कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे हरे सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद गोपिका जीवनस्मरणं गोविंद गोविंद मोहन मुरलीधारी जय राधे 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 गोविंद वृंदावन विहारी 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 जय राधे गोविंद गोवर्धन गिरिधारी जय राधे गोविंद गोवर्धन गिरिधारी जय राधे गोविंद गोपिय मन संजारी जय राधे गोविंद गोपिय मन संजारी जय राधे गोविंद मोहन मन मोहन राधा मोहन मुरलीधारी जय राधे गोविंद मोहन मुरलीधारी जय राधे गोविंद वृंदावन विहारी जय राधे गोविंद वृंदावन विहारी जय राधे गोविंद गोवर्धन गिरिधारी जय राधे गोविंद गोवर्धन गिरिधारी जय राधे गोविंद गोपिय मन संजारी जय राधे गोविंद गोपिय मन संजारी जय राधे गोविंद जय 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 जय राधे गोविंद सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद अहं हरे तव पादैकमूलदासानुदासो भवितास्मि भूया मनस्मरेदासुगतेर्गुणांस्ते गृणीतवाक्कर्म करोतु काय ശ്രീമദ്ഭാഗവതം ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ ഒരു തലം പ്രേമഭക്തി മാധുര്യഭക്തി എന്നെല്ലാം വിളിക്കപ്പെടുന്ന ഭഗവാനെ ഒരു നിമിഷം കാണാതിരിക്കുന്നതിൻ്റെ വിരഹവേദന കൊണ്ട് കരയുന്ന ഉറക്കെ പാടുന്ന ഉന്മത്താവസ്ഥയിൽ ഗോപികമാരെ കുറിച്ച് പറയുമ്പോൾ ലോകത്തെ മുഴുവൻ ശുദ്ധീകരിച്ചുകൊണ്ട് ഭഗവത്ഗീതങ്ങളെ പാടിയിരിക്കുന്ന ആ ഒരു തലം നമുക്ക് ആദ്യം ഭാഗവതം അത് പരിചയപ്പെടുത്തുന്നത് ഈ 6ാമത്തെ സ്കന്ധത്തിലാണ്. കേവലയായ ഭക്തിയെക്കുറിച്ചാണല്ലോ 6ാം സ്കന്ധം നമുക്ക് പറഞ്ഞു തരുന്നത്. വൃത്രാസുരൻ എന്ന കഥാപാത്രത്തിലൂടെ ദേവാസുരന്മാരെ കുറിച്ചെല്ലാം കശ്യപ പ്രജാപതിയുടെ വംശാവലി പറഞ്ഞു വരുന്ന സമയത്ത് ശ്രീശുക ബ്രഹ്മർഷി സൂചിപ്പിച്ചു, ഒരിക്കൽ അസുരകന്യയായ രചനയുടെ മകനെ വിശ്വരൂപനെ ദേവന്മാരെ ഗുരുവായിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അതിൻ്റെ കാരണം എന്ന് ശ്രോതാവായ
പരീക്ഷിത്ത് ചോദിച്ചതും അങ്ങനെ വൃത്രാസുരന്റെ കഥയിലേക്ക് പ്രവേശിക്കുന്നത്. ദേവന്മാര് സ്വർഗത്തില് സുഖമായിട്ടിരിക്കുന്ന ഒരു കാലം. ആ സമയത്ത് ഗുരുവായ ബൃഹസ്പതി സഭയിലേക്ക് കടന്നു വരുമ്പോഴും കണ്ടില്ല നടിച്ചിരിക്കാനാണ് ദേവേന്ദ്രന് തോന്നിയതത്രേ. നമുക്ക് സുഖമായിട്ടിരിക്കുമ്പോൾ ഗുരുവിന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. ഗുരു ഒരു ശല്യക്കാരനായിട്ടൊക്കെ തോന്നിയേക്കാം. നമ്മളിങ്ങനെ വളരെ സുഖമായിട്ടിരിക്കല്ലേ. ബൃഹസ്പതി അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഗുരുവിനെ നഷ്ടപ്പെട്ട സമയത്ത് അസുരന്മാര് സ്വർഗലോകം ആക്രമിച്ചു. ദേവന്മാര് പരാജയപ്പെട്ടു. അവര് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. ബ്രഹ്മദേവനാണ് ഗുരുവിന്റെ സ്ഥാനത്തേക്ക് വിശ്വരൂപന്റെ പേര് നിർദ്ദേശിച്ചത്. അങ്ങനെ ഭൂമിയിൽ വന്ന് ത്വഷ്ടാവിന്റെ ആശ്രമത്തിലെത്തി വിശ്വരൂപനെ കണ്ട് കാല് പിടിച്ച് കൂടെ കൊണ്ടുപോയി സ്വർഗത്തിലേക്ക് ദേവന്മാർ. വിശ്വരൂപൻ അവർക്ക് നാരായണ കവചം എന്ന മഹാമന്ത്രത്തെ ഉപദേശിച്ചു ഉപാസിക്കാനായിട്ട്. അത് ശ്രദ്ധയോടെ കുറച്ചു ദിവസം ചെയ്തപ്പോൾ അവർക്ക് ഊർജം തിരിച്ചു കിട്ടി. അസുരന്മാരെ സ്വർഗത്തിൽ തോൽപ്പിച്ച് യുദ്ധത്തിൽ തോൽപ്പിച്ച് വീണ്ടും സ്വർഗത്തിലിരിപ്പായി ദേവന്മാർ. കാര്യം കഴിഞ്ഞാൽ ഗുരുവിനെ സംശയിക്കുക, ഗുരുവിനെ മറക്കുക, അത് ശീലമാണ്. ഗുരുവിന്റെ മഹിമയറിയാത്തവർക്ക്, ഗുരു എന്നാൽ നമ്മളെപ്പോലെ ഒരാൾ മാത്രമാണ് എന്ന് കരുതുന്നവർക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. അതുകൊണ്ടാണ് സപ്തമസ്കന്ധത്തില് 15-ാമത്തെ അധ്യായത്തില് പ്രത്യേകം എടുത്തു പറയുന്നത്, ഒരിക്കലും അത് സംഭവിക്കരുത്. ആർക്കാണോ ഗുരുവിൽ ഇതൊരു മർത്യനാണ് എന്ന തെറ്റിദ്ധാരണയുണ്ടാകുന്നത്, ഗുരുവിൽ നിന്ന് കേട്ട് പഠിച്ചതായ വിദ്യകളെല്ലാം അയാൾക്ക് വെറുതെ പോവും. സസ്യശ്രുതം കുഞ്ചര ശൗചവത്, വെറുതെ ആയിത്തീരും എന്ന് പറയുന്നുണ്ട്. ഗുരുവെന്നാൽ സാക്ഷാത് സർവദേവതാ സ്വരൂപനായിട്ടുള്ള പരബ്രഹ്മമൂർത്തി തന്നെയാണ്. ലോകോ യം മന്യതേ നരം, ലോകം അദ്ദേഹത്തെ ഒരു മനുഷ്യനായി കാണുന്നുണ്ടാവാം. പക്ഷെ ശിഷ്യനെ സംബന്ധിച്ച് ഗുരു ഒരിക്കലും നമ്മളെപ്പോലെ ഒരാളല്ല. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവണം. അത് വിട്ടുപോകുന്നു. ആവശ്യം കഴിഞ്ഞാൽ ഗുരുവിനെ മറക്കുക, ആവശ്യം കഴിഞ്ഞാൽ ഗുരുവിനെ സംശയിക്കുക. അതിന്റെ ആപത്ത് തീർത്താ തീരില്ല. നാരായണ കവചം ജപിച്ച് സ്വർഗലോകം തിരിച്ചു കിട്ടി സുഖമായിരുന്ന കാലത്ത് ദേവേന്ദ്രൻ വിശ്വരൂപനെ സംശയിച്ചു. അദ്ദേഹം ചെയ്തിരുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾക്ക് അവസാനം ലോകത്തിലെ എല്ലാവർക്കും നന്നാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ട് വെട്ടിക്കൊന്നു അദ്ദേഹം. ദേവന്മാരുടെ ഗുരുവായിട്ടിരിക്കുമ്പോൾ ദേവന്മാർക്ക് വേണ്ടി മാത്രമേ പ്രാർത്ഥന ചെയ്യാവൂ. ഗുരു തന്റെ കീഴിലാണ്, താൻ പറയുന്നതനുസരിച്ച് തനിക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ളവനാണ് ഗുരു എന്നൊക്കെ കരുതിയാൽ എന്ത് ചെയ്യും? ആ വിശ്വരൂപനെ അപ്രകാരം വധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള ത്വഷ്ടാവ് വല്ലാതെ വിഷമിച്ചു. ദേവേന്ദ്രനെ ഇല്ലാതാക്കാൻ പാകത്തിന് ഒരു അഭിചാര ഹോമം ചെയ്തു. ഇന്ദ്രശത്രോ വിവർദ്ധസ്വാം ആചിരം ജഹി വിദ്വിഷം എന്ന മന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് ആ ഹോമകുണ്ഡത്തിൽ നിന്നാണ് നോക്കി നിൽക്കേ വളർന്നു വരുന്നവനായിട്ടുള്ള അതിഭീകരനായിട്ടുള്ള വൃത്രാസുരൻ ഉണ്ടായത്. വൃത്രാസുരൻ മറ്റസുരന്മാരെയും കൂട്ടി ദേവലോകത്തെ ആക്രമിച്ചു. സകല ദേവന്മാരും ഒരുമിച്ച് എല്ലാ ദിവ്യാസ്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും വൃത്രാസുരൻ അതെല്ലാം വിഴുങ്ങിക്കളഞ്ഞു. അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരു ഫലം ഉണ്ടായില്ല. പിന്നെ സ്വർഗം വിട്ട് വീണ്ടും ഓടിപ്പോയ ദേവന്മാരെ പാലാഴി തീരത്തെത്തി ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു.
ഭൂമിയിൽ തപസ് ചെയ്യുന്ന ദദീചി മഹർഷിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിന്റെ എല്ലുകളെ യാചിച്ചു വാങ്ങി അതുകൊണ്ട് ഒരു വജ്രായുധമുണ്ടാക്കി അതുപയോഗിച്ച് വൃത്രാസുരനെ വധിച്ചോളൂ. പണ്ട് ദദീചി മഹർഷിയുടെ മുമ്പിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ തോറ്റ് നാണം കെട്ടയാളാണ് ദേവേന്ദ്രൻ. ഇനി ഒരിക്കലും അദ്ദേഹത്തെ കാണേണ്ടി വരരുത് എന്നാണ് ആഗ്രഹിക്കാറ്. പക്ഷെ അതേ വ്യക്തിയുടെ മുമ്പിൽ ചെന്ന് നമസ്കരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ കാരുണ്യത്തിന് വേണ്ടി കാല് പിടിക്കേണ്ടി വന്നു. അഭിമാനികൾക്ക് സഹിക്കാൻ വയ്യാത്തതാണതൊക്കെ. ദദീചി മഹർഷി തന്റെ ശരീരത്തെ വിട്ടുകൊടുത്തു. അതിലെ എല്ലുകൾ ഉപയോഗിച്ച് വിശ്വകർമാവ് വജ്രായുധം ഉണ്ടാക്കി. ദേവേന്ദ്രൻ അതും കൊണ്ട് ഐരാവതത്തിന്റെ മുകളിൽ കയറി മറ്റു ദേവന്മാരോട് കൂടി വൃത്രാസുരനോട് യുദ്ധത്തിന് ചെന്നു. മറ്റസുരന്മാര് ഈ വജ്രായുധത്തിന്റെ തിളക്കം കണ്ട പേടിച്ചോടാൻ തുടങ്ങി. വൃത്രാസുരൻ അവരോട് പറയണു, വൃത്രാസുരന്റെ ആ ആസുരഭാവമല്ലാതെ എന്തെല്ലാം അറിവ്, എന്തെല്ലാം നന്മകൾ അദ്ദേഹത്തിലുണ്ട് എന്നുള്ളത് വ്യക്തമായി തുടങ്ങുന്നത് ഈ വാക്കിൽ നിന്നാണ്. യുദ്ധക്കളത്തിൽ നിന്ന് പേടിച്ചോടിയിട്ട് പ്രയോജനമില്ല, മരിക്കാതിരിക്കില്ല. ജാതസ്യ മൃത്യുർ ധ്രുവ ഏഷ സർവതഃ പ്രതിക്രിയ യസ്യ ന ചേഹ ക്ലുപ്ത. ജനിച്ചവർക്കൊക്കെയും മരണമുണ്ട്. മരണം ഒഴിവാക്കാനൊരു വഴി ഇന്നുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിക്കാതിരിക്കാൻ ഈ യുദ്ധക്കളത്തിൽ നിന്ന് ഭീരുക്കളെ പോലെ ഓടിപ്പോയതുകൊണ്ട് പ്രയോജനമില്ല. എന്തായാലും മരിക്കുമെങ്കിൽ നല്ല മരണം മരിക്കാം, അല്ലെ? ഒരു നല്ല ജീവിതം ജീവിച്ചാൽ നമുക്കതുകൊണ്ട് സമ്പത്തുണ്ടാവും, സുഖം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് മരണവും. നല്ല മരണം മരിച്ചാൽ നമുക്കതുകൊണ്ട് പിന്നേക്ക് പ്രയോജനമുണ്ട്. ഏതാ നല്ല മരണം? ഒന്നുകിൽ യോഗസന്ധാരണ ചെയ്തുകൊണ്ട് തൻ്റെ ജീവചൈതന്യത്തെ പരമാത്മചൈതന്യത്തിലേക്ക് ലയിപ്പിച്ച് ദേഹം ഉപേക്ഷിക്കും. അതല്ലെങ്കിൽ ആ പരമപദത്തിലേക്ക് എത്താനുള്ള പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദേഹം വെടിയാം. രണ്ടായാലും നല്ലതാണ്. അല്ലാതെ മറ്റൊരു തരത്തിലും ഈ ദേഹം വെടിഞ്ഞതുകൊണ്ട് അവനവന് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് യുദ്ധം ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അസുരന്മാർക്ക് അതൊന്നും ഉൾക്കൊള്ളാറായിട്ടില്ല. അവർ ഓടുന്നു. ദേവന്മാര് പിന്നാലെ ചെന്ന് അവരെ തല്ലണു. ഇത് കണ്ട് വൃത്രാസുരൻ പറഞ്ഞു, ഓടിപ്പോകുന്നവരുടെ പിന്നാലെ പോവാതെ മരിക്കാൻ വഴിയില്ലാത്തവരെ എന്നോട് യുദ്ധം ചെയ്യൂ. തന്റെ ശരീരത്തെ ഒന്നുകൂടി അങ്ങോട്ട് വലുതാക്കി ഒരു കാലെടുത്ത് വെച്ചപ്പോഴേക്കും ദേവന്മാര് നൂറുകണക്കിന് ചതഞ്ഞുപോയി. അതിനടിയിൽ വലിയൊരു പരാക്രമമാണ് അവിടെ പ്രകടിപ്പിച്ചത്. ദേവേന്ദ്രന് തന്റെ ആൾക്കാരെ രക്ഷിച്ചേ മതിയാവൂ. വലിയ ഗതയെടുത്ത് ചുഴറ്റി എറിഞ്ഞു വൃത്രാസുരന്റെ നേർക്ക്. എന്നാൽ ആ ഗത പുഷ്പം പോലെ പിടിച്ചു വാങ്ങി തിരിച്ചടിക്കുകയാണ്. ദേവേന്ദ്രനും ഐരാവതവും തെറിച്ചു പോവുകയാണ്. വീണ്ടും കുറച്ച് അമൃതമൊക്കെ എടുത്ത് കഴിച്ച് ഐരാവതത്തിന്റെ മുകളിൽ കയറി വരുന്നത് കണ്ടപ്പോ ഉറക്കെ ചിരിച്ചു അത്രേ വൃത്രാസുരൻ. ബ്രഹ്മഹത്യ ചെയ്ത്, ഗുരുഹത്യ ചെയ്ത്, ഭ്രാതൃഹത്യ ചെയ്ത്, ഇങ്ങനെ മഹാപാപങ്ങൾ മാത്രം ചെയ്ത് ലവലേശം സുഹൃതമില്ലാതെ യുദ്ധത്തിൽ ജയിക്കണം എന്നാഗ്രഹിച്ചു വന്നതുകൊണ്ട് എന്ത് പ്രയോജനം? നമ്മൾ ഏതൊരു ഉദ്യമം ചെയ്യുമ്പോഴും അതിൽ വിജയമുണ്ടാകണമെങ്കിൽ അതിന് സുഹൃതം വേണം. അങ്ങേക്ക് എന്നെ ജയിക്കാൻ സാധിക്കില്ല, ഞാൻ അങ്ങേക്ക് ഒരു ഉപകാരം ചെയ്യാം. എന്റെ ഈ ശൂലം കൊണ്ട് അങ്ങയെ കൊന്ന് ശരീരം കുത്തിപ്പിളർന്ന് കഷ്ണം കഷ്ണമാക്കി കാക്കകൾക്കും കഴുക്കൾക്കും തിന്നാനിട്ട് കൊടുക്കാം. അവയുടെ വിശപ്പ് മാറുമ്പോൾ അത് ദേവേന്ദ്രന് ഒരു സുഹൃതമായി തീരട്ടെ. ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം ഊണ് കഴിച്ചിട്ടുണ്ട്, ശരീരം തടിപ്പിച്ചിട്ടുണ്ട്. മറ്റ് ജീവികൾക്ക് ധാരാളം തിന്നാൻ മാംസമുണ്ടായി, അവർക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അത് അങ്ങേക്കൊരു സുഹൃതമായി മാറട്ടെ.
എന്നെല്ലാം കളിയാക്കി പറയുമ്പോൾ അതിനിടയിൽ ഹരേ എന്നൊന്ന് വിളിച്ചു ദേവേന്ദ്രൻ. ഹരി എന്ന നാമം ഭഗവാന്റേതാണ്. വേറെയും പലർക്കും ആ പേര് ഉപയോഗിക്കാറുണ്ട്. ദേവേന്ദ്രനെയും ഹരേ എന്ന് വിളിച്ചു. ഈ ഹരിനാമത്തിന്റെ ശക്തി കൊണ്ട് ആസുരഭാവമെല്ലാം മാറി പൂർവജന്മത്തിൽ താൻ എത്ര ഭക്തനായിരുന്നു ആ നിലയിലേക്ക് തിരിച്ചുപോയി വൃത്രാസുരൻ. ചിത്രകേതു എന്ന് പറഞ്ഞൊരു രാജാവായിരുന്നു. പരാക്രമം കൊണ്ട് ഭൂമി മുഴുവൻ സ്വന്തമാക്കിയ ആളാണ്. പക്ഷെ വലിയൊരു സങ്കടം, എത്ര വിവാഹം ചെയ്തിട്ടും ഒരു സന്തതി ഉണ്ടാവണില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അംഗരസ മഹർഷിയാണ് യാഗം ചെയ്ത് അതിന്റെ പ്രസാദം കൊടുത്തു. ആദ്യത്തെ ഭാര്യ കൃതജ്ഞതി ഗർഭിണിയായി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോഴേക്കും മറ്റു ഭാര്യമാര് ഈ പുത്രവതിയായിട്ടുള്ള കൃതജ്ഞതിയോടുള്ള അസൂയ കൊണ്ട് ഈ കുഞ്ഞിന് വിഷം കൊടുത്തു. അങ്ങനെ വലിയ ദുഃഖത്തിലേക്ക് വീണ്ടും വീണു. ആദ്യം പുത്രനില്ലാത്ത ദുഃഖം, പിന്നെ പുത്രനുണ്ടായ സന്തോഷം, പിന്നെ ആ പുത്രൻ മരിച്ചുപോയ ദുഃഖം. ആ സമയത്ത് അംഗരസ മഹർഷിയും നാരദ മഹർഷിയും കൂടി വന്ന് അദ്ദേഹത്തിന് വിരക്തി വരുത്താൻ പാകത്തിന് ആ കുഞ്ഞിന്റെ ജീവനെ കൊണ്ട് തന്നെ ഉപദേശം കൊടുപ്പിച്ച് ഭഗവാനെ സേവിക്കാനുള്ള മന്ത്രം പറഞ്ഞു കൊടുത്തു നാരദ മഹർഷി. ഒരാഴ്ച ശ്രദ്ധയോടെ ആ മന്ത്രം ഉപാസിച്ചപ്പോഴേക്കും സംഘർഷണമൂർത്തിയെ പ്രത്യക്ഷമായി കണ്ടു. സംഘർഷണമൂർത്തിയെ സ്തുതിച്ച് അവിടുത്തെ അനുഗ്രഹത്തോടുകൂടി ലോകത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന ഭഗവത്ഗീതങ്ങളെ പാടി നടന്നു. ഒരിക്കൽ കൈലാസത്തിൽ വെച്ചിട്ട് ഉമാമഹേശ്വരന്മാരുടെ സാന്നിധ്യത്തില് ഭക്തിയില്ലാത്തവരെ പോലെ ചിലത് പറഞ്ഞു എന്ന് ശ്രീപാർവതിക്ക് തോന്നിയപ്പോ അവിടുത്തെ ഒരു ശാപവചനം ഉണ്ടായി, അസുരനായിപ്പോ എന്ന്. അങ്ങനെയാണ് ആ ചിത്രകേതു മഹാഭാഗവതൻ ഇവിടെ വൃത്രാസുരനായി വന്നിരിക്കുന്നത്. ഇപ്പൊ ആസുരഭാവം മാറി ആ പഴയ ചിത്രകേതുവിന്റെ സംസ്കാരത്തിലേക്ക് വളർന്നു. പിന്നെ വൃത്രാസുരൻ യുദ്ധക്കളത്തിൽ നിന്നുകൊണ്ട് ദേവേന്ദ്രനോട് പറഞ്ഞു, ഗതുകൊണ്ടൊന്നും എന്നെ കൊല്ലാൻ പറ്റില്ലല്ലോ. എന്നെ വധിക്കാനായി ഉണ്ടായതല്ലേ വജ്രായുധം, അതല്ലേ പ്രയോഗിക്കേണ്ടത്. അതുകൊണ്ട് എന്നെ വധിച്ചാൽ അങ്ങേക്ക് സ്വർഗത്തിൽ ചെന്നിരിക്കാം, എനിക്ക് ഭഗവാന്റെ തൃപ്പാദത്തിലേക്ക് എത്തുകയും ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും പ്രയോജനമുള്ള അതല്ലേ ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഭഗവാനെ വിളിച്ച് ഒരു 4 ശ്ലോകം സ്തുതി അഥവാ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രണയഗീതം ആലപിക്കേണ്ടായിട്ടുണ്ട്. അഹം ഹരേ തവ പാദൈക മൂലദാസാനുദാസോ ഭവിതാസ്മി ഭൂയഃ മനസ്മരേത അസുപതേർ ഗുണാംസ്തേ ഗൃണീതവാ കർമ്മ കരോതു കായഃ. ഹേ ശ്രീഹരേ. ഹരി എന്ന് പറഞ്ഞാൽ തന്നെ സർവപാപഹരോ ഹരി എന്നാണ്. എല്ലാ പാപങ്ങളെയും ഹരിച്ചെടുക്കുന്നവൻ, നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുന്നവൻ. ജീവന്മാര് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ പാപങ്ങൾ ചെയ്തു കൂട്ടിയെന്നിരിക്കാം. അങ്ങനെ ഇരിക്കുമ്പോഴും ആ പാപങ്ങളെ പൊറുത്തുകൊണ്ട് അഥവാ അതൊന്നും കണക്കാക്കാതെ അപ്പോഴും ആ ജീവനെ സ്നേഹിക്കുന്നവൻ, ഇവൻ എന്റെയാണ് എന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്നവൻ, അതാണ് ഹരി എന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ശ്രീഹരിയോടാണ് പറയുന്നത്, അവിടുത്തെ പാദമൂലത്തിൽ തന്നെ ദാസനായോ ദാസാനുദാസനായോ സേവ ചെയ്യാൻ ഇനിയും ഇനിയും എനിക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ മനസ്സ് അങ്ങയെ സ്മരിക്കുന്നതാവട്ടെ, എൻ്റെ ശരീരം അങ്ങയെ സേവിക്കുന്നതാവട്ടെ, എൻ്റെ വാക്കുകൾ അങ്ങയുടെ നാമം ജപിക്കുന്നതാവട്ടെ. എന്തിന് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. എനിക്ക് സ്വർഗം വേണ്ടിയിട്ടല്ല, ബ്രഹ്മാവിന്റെ പദവിയും വേണ്ടിയിട്ടല്ല, ഭൂമിയുടെ മുഴുവൻ ആധിപത്യവും വേണ്ട, രസാതലത്തിന്റെ ആധിപത്യവും വേണ്ട, യോഗസിദ്ധികളും വേണ്ട, മോക്ഷവും വേണ്ട. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഭഗവാനെ അവിടുത്തെ സേവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്.
അവിടുത്തെ സേവിക്കുകയാണ് ഏതൊരു ജീവനും വേണ്ടത്. അത് ചെയ്യാതിരിക്കുമ്പോഴത്തെ വേദന സഹിക്കാൻ വയ്യ. ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന സഹിക്കാൻ വയ്യ. അതുകൊണ്ട് അവിടുത്തെ സേവകനാക്കി തീർക്കണേ. എത്രത്തോളം കൊതിയുണ്ടെന്നോ അവിടുത്തെ ഒന്ന് കാണാൻ. ചിറക് മുളച്ചിട്ടില്ലാത്ത പക്ഷിക്കുഞ്ഞുങ്ങള് ഭക്ഷണവും കൊണ്ടുവരുന്നതായിട്ടുള്ള തള്ളപ്പക്ഷിയെ കാത്തിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ മതിയോ? ഒരു ചെറിയ കയറുകൊണ്ട് കെട്ടിയിട്ടിട്ടുള്ള പശുക്കുട്ടി അമ്മയുടെ നിറഞ്ഞ അകിട് കണ്ട് അവിടേക്ക് എത്താൻ കൊതിച്ചുകൊണ്ട് കയറ് വലിച്ചു പൊട്ടിക്കാൻ പുറപ്പെടുന്ന പോലെ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. പക്ഷിക്കുഞ്ഞിന് സ്വയം പറന്നു നടന്ന് ഭക്ഷണം തേടാറായി എന്ന് വന്നാൽ പിന്നെ തള്ളപ്പക്ഷി ഒന്നും കൊണ്ടുവന്ന് കൊടുക്കുകയൊന്നുമില്ല. പക്ഷിക്കുഞ്ഞിനെ ഉപേക്ഷിക്കും. പശു അങ്ങനെയല്ല. തൻ്റെ കുഞ്ഞിനെ എന്നും സ്നേഹിക്കും, അതിനെ നക്കിത്തോർത്താൻ അടുത്ത് ചെല്ലും. പക്ഷേ സ്വയം പുല്ല് തിന്നാറായാൽ കുഞ്ഞ് അമ്മയുടെ ദൂരേക്ക് പോകും. പിന്നെ ഇതെന്റെ അമ്മയല്ലേ എന്ന് കരുതൊന്നുമില്ല. ഇതുപോലെയല്ല ഭഗവാനെ അവിടുന്നും അടിയനും. അടിയൻ അങ്ങയിൽ നിന്ന് അകന്നു പോവാനും പാടില്ല, അവിടുന്ന് അടിയനെ അകറ്റി വിടാനും പാടില്ല. പിന്നെയോ പ്രിയം പ്രിയേവ വ്യുഷിതം വിഷണ്ണ മനോരവിന്ദാക്ഷ വിദൃക്ഷതേത്വ. തൻ്റെ ഭർത്താവിനെ തൻ്റെ നാഥനായി കണ്ട് ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഉത്തമ സ്ത്രീയുടെ പോലെ അദ്ദേഹത്തെ മാത്രം സ്നേഹിക്കുമ്പോൾ, അദ്ദേഹത്തെ പിരിഞ്ഞുള്ള ഒരു നിമിഷം പോലും വേദന സഹിക്കവയ്യാത്തതായി തീരുമ്പോൾ ഈ സ്നേഹം തിരിച്ചറിയാതിരിക്കാൻ ഭർത്താവിന് സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലും ഈ പതിവ്രതയോട് ആനുകൂല്യം തനിയേ ഉണ്ടായി വരും. തന്നെ കൂടാതിരിക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന വേദന സ്വയം തിരിച്ചറിഞ്ഞ് അവളെ വേദനിപ്പിക്കാതിരിക്കാൻ ഏറ്റവും സ്നേഹിക്കുന്നവനായിത്തീരും ആ പ്രിയതമൻ. സൽസ്ത്രീയ സൽപതിം യഥ എന്ന് ഭാഗവതം ഒരിടത്ത് പറയുന്നുണ്ട്. അത്തരം നല്ല സ്ത്രീകള് അവരുടെ ആ സൗശീല്യം കൊണ്ട് തന്നെ ഭർത്താവിനെ നിർബന്ധിക്കാറില്ല. പക്ഷേ അവരുടെ ആ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും തന്നെ കുറിച്ചുള്ള സ്മരണ ഉണ്ടാക്കി തീർക്കുന്നു. ഇതുപോലെ ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് അടിയൻ അവിടുത്തെ സ്നേഹിക്കണം. അടിയൻ അവിടുത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അവിടുന്ന് കൂടുതൽ കൂടുതൽ കാരുണ്യം ചെയ്യണം. ഇങ്ങനെ കാലം കഴിയും തോറും ഏറി 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 വരുന്ന ഒരു ഇണക്കം, അതാണ് അടിയന് വേണ്ടത്. അവിടുത്തെ തൃപ്പാദത്തിലേക്ക് എത്താൻ സമയമായിട്ടില്ല, അവിടുത്തെ ഒന്ന് കാണാൻ സമയമായിട്ടില്ല എങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. അവിടത്തേക്ക് കാരുണ്യമില്ലാത്തതുകൊണ്ടല്ല, അടിയന് കർമ്മപ്രാരബ്ധങ്ങൾ തീർന്നിട്ടില്ല. ഒരിക്കലും അവിടുത്തെ കുറ്റല്ല അവിടുത്തെ ദർശനം അടിയന് ഉണ്ടാവാത്തത്. അടിയന്റെ കളങ്കങ്ങൾ മാറിയിട്ടില്ല. അതുവരേക്കും അവിടുത്തെ മഹിമകളെ പാടുന്ന ഉത്തമ ശ്ലോകന്മാരായിട്ടുള്ള സജ്ജനങ്ങളുമായിട്ട് തന്നെ അടിയന് സഖ്യമുണ്ടായെങ്കിൽ, അവിടുത്തെ മഹിമകൾ കേട്ട് കേട്ട് കൂടുതൽ കൂടുതൽ അങ്ങയിലേക്ക് ഭക്തിയെ ചെയ്ത് എന്നെങ്കിലും അവിടുത്തെ തൃപ്പാദത്തിൽ എത്താനുള്ള ശുദ്ധി അടിയനുണ്ടായെങ്കിൽ, അതല്ലെങ്കിൽ വേണ്ട. അവിടുത്തെ മായയിൽപ്പെട്ട് അവിടുത്തെ മറന്ന് ഈ ശരീരത്തെ ഞാനെന്ന് കരുതി ഭോഗസുഖങ്ങൾക്ക് പിന്നാലെ മാത്രം ചിന്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് സംഘമുണ്ടാവാതിരുന്നാലും മതിയായിരുന്നു. ഇങ്ങനെയെല്ലാം വൃത്രാസുരൻ ഭഗവാനോടുള്ള പ്രണയം ഉറക്കെ വിളിച്ചു പറയുകയാണ് അവിടെ. ഇത് കേട്ട്
ദേവേന്ദ്രനും മറ്റുള്ളവരും ഒക്കെ അത്ഭുതപ്പെടുന്നു. ഇങ്ങനൊരു ഭാവം ഭഗവാനോട് ചെയ്യാൻ പറ്റുമോ? ഇതിനു മുൻപ് എവിടെയും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഭഗവാനെ ധ്യാനിക്കുന്നവരുണ്ട്, ഭഗവാനെ പൂജിക്കുന്നവരുണ്ട്, ഭഗവാനെ സേവിക്കുന്നവരുണ്ട്, ഭഗവാനെ ഭയപ്പെടുന്നവരുണ്ട്, ഭഗവാനെ കുറിച്ച് മറ്റു പല ഭാവങ്ങളും പ്രകടിപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഭഗവാനെ പ്രണയിക്കുക, ഇങ്ങനൊന്ന് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇങ്ങനെ പറ്റുമോ? എല്ലാവരും അത്ഭുതത്തോടെ ബഹുമാനത്തോടെ വൃത്രാസുരനെ വീക്ഷിക്കാൻ തുടങ്ങി. ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിക്കാനൊന്നും വയ്യ. ശക്തി കൊണ്ടായാലും ഭക്തി കൊണ്ടായാലും അദ്ദേഹത്തിന് മുമ്പിൽ താൻ ഒന്നുമല്ല. അവിടെ നിന്ന് തിരിച്ചു പോകാൻ തുടങ്ങിയതാണ്. പക്ഷെ വൃത്രാസുരൻ ചാടി വീണു. ആ വജ്രായുധം കൊണ്ട് മരിച്ചിട്ട് വേണല്ലോ വൃത്രാസുരന് സൽഗതി കിട്ടാൻ. തൊട്ടു മുന്നിൽ കിട്ടിയ അവസരം വിട്ടുകളയാൻ വയ്യ. അതുകൊണ്ട് ദേവേന്ദ്രനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ ഇതാ വൃത്രാസുരൻ ചാടി വീണു. ദേവേന്ദ്രൻ ആഞ്ഞു വെട്ടി അയാളുടെ കയ്യ്. ദേവേന്ദ്രൻ യുദ്ധം തുടങ്ങിയെന്ന് കണ്ടപ്പോ വൃത്രാസുരനും തിരിച്ചൊരടി കൊടുത്തു. ദേവേന്ദ്രന്റെ കയ്യിൽ നിന്ന് വജ്രായുധം തെറിച്ചു പോയി. ദേവേന്ദ്രൻ ഭയന്ന് വിറച്ചു നിൽക്കണു. ഇത്രയും ഭീകരനായിട്ടുള്ള അസുരനെ വെട്ടി മുറിവേൽപ്പിച്ചിട്ട് അയാളുടെ മുന്നിൽ നിരായുധനായിട്ട് നിൽക്കുകയാണ്. അടുത്ത നിമിഷം അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ വൃത്രാസുരൻ യുദ്ധത്തിന്റെ നീതി, യുദ്ധത്തിന്റെ ധർമ്മം ഏറ്റവും പാലിക്കണം. നിരായുധന്മാരെ ആക്രമിക്കാറില്ല സജ്ജനങ്ങള്, ധീരന്മാര്. വൃത്രാസുരൻ മാറി നിന്നു. ദേവേന്ദ്രനോട് ആയുധം എടുത്തോളാൻ പറഞ്ഞു. ദേവേന്ദ്രന്റെ അത് പതുക്കെ ചെന്ന് എടുക്കുമ്പോ വൃത്രാസുരനെ ഉപദേശിച്ചു, ആയുധത്തിൽ പിടി മുറുകണം, യുദ്ധത്തിനിടയിൽ അത് വിട്ടുകളയാൻ പാടില്ല. എന്തുകൊണ്ടാണ് അങ്ങേക്ക് അതിൽ പിടി മുറുകാത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത് പറഞ്ഞു തരാം. അങ്ങയുടെ മനസ്സിന്റെ ആ ആത്മധൈര്യം നഷ്ടപ്പെടുകയാണ്. യുദ്ധം ചെയ്യാൻ വരുന്നതിന് മുൻപേ അങ്ങ് തീരുമാനിച്ചിരിക്കണോ എന്താവണം അതിന്റെ ഫലമെന്ന്. എന്നെ വധിക്കണം, പക്ഷേ ഒരിക്കലും കർമ്മം ചെയ്യാനല്ലാതെ അതിന്റെ ഫലം എന്താവുമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. കർമ്മം ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്നെ നോക്കൂ, യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. ശത്രുവായിട്ടുള്ള അങ്ങയുടെ കയ്യിൽ എന്നെ കൊല്ലാനുള്ള ആയുധമാണ്. എല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഭയപ്പെടുന്നില്ലല്ലോ. ഞാൻ യുദ്ധത്തെ ആസ്വദിക്കുന്നു. അതുപോലെ അപ്പപ്പോൾ ചെയ്യുന്ന കർമ്മം ആസ്വദിച്ച് ചെയ്യാം. തന്നെ കൊണ്ട് കഴിയുന്നതിന്റെ ഏറ്റവും നന്നാക്കി ചെയ്യാം. ഫലം തന്നെ വന്നു ചേർക്കണം, അത്രയേ ആകാവൂ എന്നെല്ലാം വൃത്രാസുരനെ ദേവേന്ദ്രനെ ഉപദേശിച്ചു. ദേവേന്ദ്രൻ വൃത്രാസുരന്റെ വീട് നമസ്കരിച്ചു. അങ്ങ് സിദ്ധനാണ്, മഹാപുരുഷനാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്പോ അത് കഴിഞ്ഞ് ഇതാ വീണ്ടും യുദ്ധം. വൃത്രാസുരന്റെ മറ്റേ കൈയും രണ്ട് കാലുകളും ദേവേന്ദ്രൻ വെട്ടിമുറിച്ചു. ഈ വൃത്രാസുരൻ അവിടെ കിടന്ന് മരിച്ചോട്ടെ, അല്ലാതെ തിരുനാമം ജപിക്കുന്ന ഈ സജ്ജനത്തിനെ വധിക്കാൻ വയ്യ. മുൻപൊരിക്കൽ വിശ്വരൂപനെ വധിച്ചതിന്റെ പാപം അത് ഒരുപാട് അനുഭവിച്ചതാണ്. വീണ്ടും അങ്ങനൊന്നും വയ്യ, ബ്രഹ്മഹത്യ വയ്യ. ദേവേന്ദ്രൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോ പക്ഷെ വൃത്രാസുരൻ തന്റെ വലിയ വാ പിളർന്ന് ദേവേന്ദ്രനെ ഐരാവതത്തെയൊക്കെ വിഴുങ്ങുന്നു അകത്തേക്ക്. ഇനി എന്ത് ചെയ്യും ദേവേന്ദ്രൻ? വജ്രായുധം കൊണ്ട് ആ വയറിന് വലിയ ദ്വാരമുണ്ടാക്കി പുറത്തു വരുന്നു. ഇപ്പൊ ദേവേന്ദ്രൻ ഒരൊറ്റ ചിന്തയുള്ളൂ, പാവം ആ വൃത്രാസുരൻ എത്ര വേദനിക്കുന്നുണ്ടാവും. പക്ഷേ ആ മുഖത്തേക്ക് നോക്കിയപ്പോ വീണ്ടും അത്ഭുതപ്പെടാണ്. കൈകാലുകൾ മുറിഞ്ഞുപോയി, വയറിന് വലിയ ദ്വാരമായി, ചോര ഇങ്ങനെ പുഴ പോലെ ഒഴുകുകയാണ്. പക്ഷേ വൃത്രാസുരന്റെ മുഖം വളരെ പ്രശാന്തമാണ്, ചെറിയൊരു പുഞ്ചിരിയുണ്ട്. ഹരേ 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 എന്ന് നാമം ജപിക്കുന്നത്.
ഇങ്ങനെ കിടന്ന് അധിക താമസമില്ലാണ്ട് മരിക്കും. പക്ഷെ മരിക്കാൻ പോകുന്നു എന്നത് വൃത്രാസുരനെ പോലെ ധീരനായിട്ടുള്ള ഒരാൾക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മളൊക്കെ മരിച്ചാൽ എവിടേക്കാ പോവാൻ നിശ്ചയില്ലാത്ത ആൾക്കാര് പേടിക്കും. പക്ഷെ വൃത്രാസുരന് അറിയാം, എൻ്റെ ഗുരുവായൂരപ്പൻ വരും, എൻ്റെ കൈപിടിച്ച് കൊണ്ടുപോകും, ഇനി അധികം താമസമില്ല, വരാറായിട്ടുണ്ടാവും. എവിടെന്നെങ്കിലും ആ കാൽച്ചലമ്പൊച്ച കേൾക്കാനുണ്ടോ? വേണുനാഥൻ കേൾക്കാനുണ്ടോ? ചന്ദനത്തിന്റെ ഗ്രന്ഥം വരുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു മഞ്ഞപ്പട്ടിന്റെയോ പിരിതിരിമുടിയുടെയോ ചെറിയൊരു ചലനം കാണാനുണ്ടോ? വരാറായിട്ടുണ്ടാവും. ആ പ്രതീക്ഷയാണ്. എങ്ങനെയാണ് വിവാഹം നിശ്ചയിച്ച ഒരു പെൺകുട്ടിക്ക് അതിനുള്ള ദിവസങ്ങൾ അടുത്തു വരും തോറും അയാൾ വരും, തന്നെ കൈപ്പിടിച്ചു കൊണ്ടുപോകും എന്ന പ്രതീക്ഷ രാത്രിയിൽ ഉറങ്ങാൻ പറ്റാത്ത നിലയുണ്ടാക്കുന്നത്, എപ്പോഴും കാത്തിരിപ്പായി തീരുന്നത്? ഇതുപോലെയാണ് ഇപ്പോ വൃത്രാസുരന്റെ അവസ്ഥ. എങ്ങനെ ഇത്രയും ഭക്തനായ ഒരാളെ വധിക്കും, നാമം ജപിക്കുന്ന ഒരാളെ വധിക്കും, പക്ഷെ എങ്ങനെ വധിക്കാതിരിക്കും? വജ്രായുധം കൊണ്ട് വധിക്കപ്പെടണം എന്ന് കരുതിയിട്ടല്ലേ അദ്ദേഹം ഇത്രയും പരാക്രമം ചെയ്യണത്? താനത് ചെയ്തു കൊടുക്കണ്ടേ? വൃത്രാസുരന് എന്തെങ്കിലും ഒരു സേവ തനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇത് മാത്രമാണ്, വജ്രായുധം കൊണ്ട് ആ കഴുത്ത് അറുത്തു കൊടുക്കുക. ദേവേന്ദ്രൻ വൃത്രാസുരന്റെ കഴുത്തില് വജ്രായുധം വെച്ച് ദിവസങ്ങളെ കൊണ്ടാണത്രേ പതിയെ അത് വേർപെടുത്തിയത്. അഹർഗണേന ദിവസങ്ങളെ കൊണ്ടാണത്രേ. അപ്പോ വൃത്രാസുരന്റെ ശരീരത്തിൽ നിന്ന് ആത്മജ്യോതിസ് ഉയർന്ന് ആകാശത്തേക്ക്, അലോകത്തേക്ക് ഉയർന്നു പോകുന്നത് എല്ലാവരും കണ്ടു. ഗംഭീര പുഷ്പവൃഷ്ടിയൊക്കെ ഉണ്ടായി അവിടെ. ദേവേന്ദ്രൻ പറയണു, അയ്യോ എന്റെ മേലെ പുഷ്പവൃഷ്ടിയൊന്നും അരുതട്ടോ, ഞാൻ മഹാഭാവിയാണ്, ബ്രഹ്മഹത്യ ചെയ്തവരാണ്. അതെങ്ങനെയാ ഇന്ദ്ര ബ്രഹ്മഹത്യ? അസുരനെ കൊന്നാ ബ്രഹ്മഹത്യ ഉണ്ടാവോ? ദേവേന്ദ്രൻ പറയണു, അദ്ദേഹം ജന്മം കൊണ്ട് അസുരനായിരിക്കാം, പക്ഷെ ഉള്ളുകൊണ്ട് ഇതിലും ബ്രാഹ്മണനായിട്ട്, ഇതിലും ഭക്തനായിട്ട് മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എനിക്ക് ബ്രഹ്മഹത്യ വന്നിട്ടുണ്ട്. അപ്പോ ആ മഹർഷിമാര് പറയണു, അങ്ങ് വിഷമിക്കണ്ട, ഭഗവാനെ അശ്വമേധാദി യാഗങ്ങളെ കൊണ്ട് സേവിച്ചാൽ തീരാത്തതായിട്ട് ഒരു പാപവുമില്ല. ഞങ്ങൾ അശ്വമേധങ്ങൾ ചെയ്യാം. ഭയമുണ്ടെങ്കിൽ അങ്ങ് സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും പോയി ഒളിച്ചിരുന്നു. ബ്രഹ്മഹത്യാപാപം വന്ന് സ്പർശിക്കാത്ത സുരക്ഷിതമായൊരിടം തേടി ദേവേന്ദ്രനോടി. ശ്രീഭഗവതി പാർക്കുന്ന താമരപ്പൂവുണ്ട് മാനസസരസില്, അതിന്റെ ആ താമര തണ്ടിനകത്ത് കയറി ഒളിച്ചിരുന്നു അത്രേ ദേവേന്ദ്രൻ. ജലത്തിനടിയിലായതുകൊണ്ട് അഗ്നിദേവൻ പോലും അങ്ങോട്ട് വരില്ല. അലബ്ധ ഭോഗ, ഭോഗമായിട്ട് ഒന്നും കിട്ടില്ല ദേവേന്ദ്രന്. ശുദ്ധ പത്നിയായിട്ട് ഉപവാസം ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം ചിന്തിക്കുകയാണ്, പാപം ചെയ്തത് ഞാൻ, പരിഹാരമായിട്ട് യാഗം ചെയ്തത് മഹർഷിമാർ. ഞാൻ ചെയ്ത പാപത്തിന് ഞാനല്ലേ പരിഹാരം ചെയ്യേണ്ടത്, വേറൊരാൾ ചെയ്തിട്ട് കാര്യമുണ്ടോ? എന്നാൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? നമ്മൾക്ക് പണം ഉണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ, ആൾക്കാരുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ വലിയ 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 യാഗാദി കർമ്മങ്ങളൊക്കെ ചെയ്യാം, തീർത്ഥാടനം ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാൽ ഇതൊന്നും പറ്റാത്തൊരു താമരത്തൂരിൻ്റെ ഉള്ളില് ഒളിച്ചിരിക്കുന്നതായിട്ടുള്ള ദേവേന്ദ്രന് അവനവന്റെ പാപം തീർക്കാൻ ഇപ്പൊ എന്തു വഴി? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വൃത്രാസുരൻ ഹരേ 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 എന്ന് നാമം ജപിച്ചിരുന്നത് ദേവേന്ദ്രന് ഓർമ്മ പറഞ്ഞു.
എന്തുകൊണ്ട് എനിക്കും നാമം ജപിച്ചുകൂടാ? നാമം, തിരുനാമം എന്ന് പറയുന്നത് നമ്മളൊക്കെ കുറച്ച് സുഹൃതം ചെയ്ത കുടുംബങ്ങളിൽ ജനിച്ചതുകൊണ്ട് കുട്ടിക്കാലം മുതലേ നമ്മളെ ജപിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ജപിച്ചിട്ടുണ്ട്. അത് അർത്ഥം അറിഞ്ഞിട്ടാണോ, ഭാവം ഉണ്ടായിട്ടാണോ, അല്ലയോ, അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നാമം ജപിച്ചാലേ അത്താഴം കിട്ടൂ എന്ന് വെച്ചിട്ടെങ്കിലും നമ്മൾ നാമം ജപിച്ചിട്ടുണ്ട്. നാമം ജപിച്ചില്ലെങ്കിൽ തല്ലുകൊള്ളും, അതുകൊണ്ട് നമ്മൾ നാമം ജപിച്ചിട്ടുണ്ട്. ജപിപ്പിക്കാൻ ആളുണ്ടായിരുന്നു. സുലഭമായി നമുക്ക് കിട്ടിയത് കൊണ്ട് ഈ നാമത്തിന്റെ വില നമുക്കറിയില്ല. എന്നാൽ ദേവേന്ദ്രനെ പോലെ എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും നടുക്ക് സ്വർഗത്തിന്റെ രാജാവായിട്ട് അങ്ങനെ വാണരുളിയ ഒരാൾക്ക് എന്തെങ്കിലും പരിഹാരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ യാഗം ചെയ്യുക, യോഗം ചെയ്യുക, അത് ഇത് അതൊക്കെ തോന്നുള്ളൂ. നാമം ജപിക്കുക, നാമം ജപിക്കുക, അയ്യേ, അതൊക്കെ വേറൊന്നിനും കഴിവില്ലാത്ത ആൾക്കാർ ചെയ്യണതല്ലേ. നാമത്തിനൊരു വില തോന്നില്ല. അത് അറിവില്ലാത്തവർ ചെയ്യണതാണ്, കഴിവില്ലാത്തവർ ചെയ്യണതാണ്, അത് മോശമായിട്ടുള്ള ഒന്നാണ് എന്ന് തോന്നാൻ മതി. എന്നാൽ ഇപ്പോൾ ഒന്നും തനിക്ക് പറ്റാതെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ദേവേന്ദ്രൻ തിരിച്ചറിയണത്, തനിക്കുമില്ലേ നാവ്, തനിക്കും ജപിച്ചൂടെ തിരുനാമം. തിരുനാമത്തിന്റെ ശക്തി എന്താന്ന് ചോദിച്ചാൽ, തനിക്ക് ആരുമില്ലാതെ വരുമ്പോൾ, തനിക്കൊന്നും കഴിയാതെ വരുമ്പോൾ, അവിടെ നമ്മളെ രക്ഷിക്കാനായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള ഏറ്റവും വലിയ കാരുണ്യമാണ് തിരുനാമം. ബാക്കി വേദം എന്ന് പറയുന്നതോ, യാഗാദി കർമ്മം എന്ന് പറയുന്നതോ, ഗംഗാ മുതലായ തീർത്ഥങ്ങൾ എന്ന് പറയുന്നതോ അതൊന്നും നന്നല്ല എന്നല്ല. പക്ഷെ അവയൊന്നും ആശ്രയിക്കാൻ പറ്റാതെ ഏറ്റവും വിവശനായിരിക്കുന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ഭഗവാൻ നമുക്ക് തരുന്ന ഏറ്റവും ശക്തമായ, ഏറ്റവും അധികം കാരുണ്യമുള്ള നാമത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അതിലെ ഭഗവാന്റെ കാരുണ്യമാണ്. ഒരു നാമം ജപിച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം. നീ യാഗം ചെയ്യണ്ട, നീ വേദം പഠിക്കണ്ട, നീ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ സാരമില്ല, ഒരു നാമം ജപിച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം. എത്ര വലിയ കാരുണ്യമാണ് അത്! ദേവേന്ദ്രന് ബോധിച്ചു. അദ്ദേഹവും അവിടെ ഇരുന്നു കൊണ്ട് തിരുനാമം ജപിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ നാമം ജപിക്കാൻ ഇവന്റെ നാവിന് സാധിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നോട് കാരുണ്യം ചെയ്യുന്നത് കൊണ്ടാണ്, ഭഗവാൻ തന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. തനിക്ക് വലിയ മഹാഭാവമൊന്നുമില്ല. സ്വയം അത് ബോധിച്ചു. താൻ പാപിയാണെന്ന് തോന്നുന്നതും സ്വയമാണ്, തനിക്ക് പാപങ്ങൾ തീർന്നിരിക്കണു എന്ന് തോന്നേണ്ടതും സ്വയമാണ്, മറ്റൊരാൾ പറഞ്ഞിട്ടല്ല. ദേവേന്ദ്രൻ വീണ്ടും സ്വർഗത്തിലെത്തി. അപ്പോഴേക്കും ഇന്ദ്രൻ ഇല്ലാതിരുന്ന കാലത്ത് നഹുഷൻ എന്ന് പറഞ്ഞൊരു രാജാവ് സ്വർഗത്തെ ഭരിക്കാനായിട്ട് ആ സ്ഥാനത്തേക്ക് വരികയുണ്ടായി. ആ സ്വർഗത്തിന്റെ സിംഹാസനത്തില് ഒക്കെയാണ് കയറിയിരുന്നപ്പോഴേക്കും താൻ എന്തൊക്കെയോ ആയി എന്ന തോന്നല്, അഹങ്കാരം ഉള്ളിൽ നിറഞ്ഞിട്ട് ഇന്ദ്രപത്നിയായിട്ടുള്ള ശചീദേവിയെ ബലാത്കാരേണ സ്വന്തമാക്കാൻ പുറപ്പെട്ടു അത്രേ. അതിനുവേണ്ടി ശചീദേവിയുടെ അന്തഃപുരത്തിലേക്ക് സപ്തഋഷികളെ കൊണ്ട് പല്ലക്കെടുപ്പിച്ച് പോകാൻ പുറപ്പെട്ടു അത്രേ. അഗസ്ത്യ മഹർഷിയുടെ ശാപം കൊണ്ട് ഒരു വലിയ പെരുമ്പാമ്പായിട്ട് താഴേക്ക് വീഴുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ദേവേന്ദ്രന്റെ തിരിച്ചു വരവ്. നഹുഷന്റെ ഈ പരാക്രമം കണ്ടപ്പോഴാണ് ഇവിടെ ദേവന്മാരും ഉപദേവഗണങ്ങളും ഒക്കെ നമ്മുടെ ഇന്ദ്രൻ ഇതിനെക്കാട്ടും എത്രയോ ഭേദമായിരുന്നു കേട്ടോ. ഇത്രയൊന്നും അഹങ്കാരം കാണിച്ചിരുന്നില്ല, എത്രയൊന്നും മറ്റുള്ളവരെ ഉപദ്രവിച്ചിരുന്നില്ല, നമ്മുടെ ഇന്ദ്രൻ എത്രയോ ഭേദമായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ദ്രൻ തിരിച്ചു വരുമ്പോൾ എത്ര ആഘോഷമായിട്ടാണ്, ഉത്സവമായിട്ടാണ് അവരൊക്കെ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ദേവേന്ദ്രൻ തിരിച്ചറിയാണ്, നേരത്തെ എന്നെക്കുറിച്ച് ബ്രഹ്മഹത്യ ചെയ്തവൻ, ഗുരുഹത്യ ചെയ്തവൻ, ഭ്രാതൃഹത്യ ചെയ്തവൻ എന്നിങ്ങനെ മോശമായി മാത്രം പറഞ്ഞിരുന്ന ലോകം ഇന്ന് ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ഇത്ര ബഹുമാനത്തോടെ
ആനന്ദത്തോടെ ആദരവോടെ എന്നെ സ്വീകരിക്കുന്നുവെങ്കിൽ ഇതിന് ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? ഭഗവാന്റെ തിരുനാമം ജപിച്ചു. ഭഗവാന്റെ തിരുനാമം ജപിച്ചപ്പോ ഇവന്റെ ഉള്ളിൽ പാപഭാരം ഇല്ലാതായി എന്നു മാത്രമല്ല, ഇവനെക്കുറിച്ച് മറ്റുള്ളവരുടെ ഉള്ളിൽ പോലും വലിയ ആദരവ്, വലിയ മാറ്റം ഉണ്ടായി വന്നു കഴിഞ്ഞു. നാമത്തിന്റെ ശക്തി എത്ര വലുതാണ്! നമ്മളൊരാൾ നാമം ജപിച്ചാൽ നമുക്ക് മാത്രമല്ല മാറ്റം ഉണ്ടാവുന്നത്, നമ്മളെക്കുറിച്ച് കേൾക്കുന്നവർ, നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നവർ, അവർക്കും മാറ്റം ഉണ്ടാവുന്നു. അങ്ങനെ ആൾക്കാരിൽ മാത്രമല്ല, നാം ഇരിക്കുന്ന പ്രദേശത്തിൽ മാറ്റം ഉണ്ടാവണു. നാം ഇരിക്കുന്ന പ്രദേശത്തിലെ സകല ചരാചരങ്ങളിലും മാറ്റം ഉണ്ടാവണു. തിരുനാമത്തിന്റെ ശക്തി ഇതൊക്കെയാണ്, ഇത്രയൊക്കെയാണ് എന്ന് പറയാൻ കഴിയില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത മറ്റു പല മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആ തിരുനാമം ഉള്ളപ്പോൾ ഇത്രയും വലിയ കാരുണ്യം ഭഗവാൻ നമുക്ക് തന്നിട്ടുള്ളപ്പോൾ നമ്മൾ അനാഥരല്ല, നമ്മൾ ഭാഗ്യം കെട്ടവരല്ല. കാത് തന്നിട്ടുണ്ട്, നാവ് തന്നിട്ടുണ്ട്. നാമം ജപിക്കൂ എന്ന് പറഞ്ഞു തരുന്നവരെ തന്നിട്ടുണ്ട്. ഇനി ജപിക്കുക, ഇത് മാത്രമേ നാം വേണ്ടൂ. ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കുമ്പോ എങ്ങനെയാ? അരി വെക്കുന്നു, അമ്മ നല്ലവണ്ണം വേവിക്കുന്നു, അത് പാകത്തിന് വാങ്ങുന്നു, വാർക്കുന്നു, അതിലേക്ക് വേണ്ടുന്നതായിട്ടുള്ള കൂട്ടാനോ ഉപ്പേരിയോ മറ്റെന്തൊക്കെയാ വേണ്ടത് അതെല്ലാം ഈ കുഞ്ഞിന് പാകത്തിന് ഉണ്ടാക്കണു, നല്ലവണ്ണം കുഴയ്ക്കണു, വടിക്കണു, പാകമാക്കിയിട്ട് കുഞ്ഞിന്റെ വായയിൽ വെച്ചു കൊടുക്കണം. അതൊക്കെ അമ്മ ചെയ്തു തന്നു. കുഞ്ഞ് വേണ്ടത് അത് ഇറക്കുക മാത്രമാണ്. പക്ഷെ ചില കുട്ടികളുണ്ട്, നമ്മൾ ഇത്രയും വടിച്ചു ഉരുട്ടി പാകാക്കി നാവിൽ വെച്ചു കൊടുത്താൽ തുപ്പു. അതുപോലെയല്ലേ ഭഗവാൻ അവതാരങ്ങളെ ചെയ്തു, കഥകളെ ചെയ്തു, നാമങ്ങളെ തന്നു, കേൾക്കാൻ കാതു തന്നു, ജപിക്കാൻ നാവ് തന്നു, ജപിക്കണമെന്ന് പറഞ്ഞു തരുന്നവരെ തന്നു, എല്ലാം 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 ഒരുക്കി തന്നിട്ട്, ജപിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാക്കി തന്നിട്ട്, നമ്മുടെ നാവ് നാമം ജപിക്കുന്നില്ലെങ്കിൽ അത് നമ്മളുടെ കൊള്ളരുതായ, എന്നല്ലാതെ വേറെ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? തിരുനാമം ജപിക്കുക. ഉറപ്പാണ് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ച് ഇവൻ എന്റേതാണ്, മറ്റാർക്കും വിട്ടുകൊടുക്കില്ല, അത് നമുക്ക് അനുഭവത്തിലായി തീരും. 6ാമത്തെ സ്കന്ധത്തില് തുടർന്ന് അങ്ങോട്ട് ഭഗവാനെ സേവിച്ച് പുംസവനം എന്ന വ്രതത്തിലൂടെ ഒരു കൊല്ലം ഭഗവാനെ സേവിച്ച് ദിതീദേവിയുടെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള മാറ്റം അത് പറഞ്ഞു വെച്ചു. ഇന്ദ്രനെ കൊല്ലാൻ ഭാഗത്തിനൊരു പുത്രനുണ്ടാവണം എന്ന് ആഗ്രഹിച്ച് വ്രതം തുടങ്ങിയ ദിതീദേവി തൻ്റെ അടുത്ത് ഒരു കുഞ്ഞിന്റെ രൂപത്തിൽ വന്നു നിന്ന് സേവ ചെയ്യുന്നത് ഇന്ദ്രൻ തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞില്ല. തഞ്ചം കിട്ടിയപ്പോ ദേവേന്ദ്രൻ അകത്ത് പ്രവേശിച്ച കുഞ്ഞിനെ വെട്ടി മുറിച്ച് കൊല്ലാൻ നോക്കി. ഒന്നല്ല 49 കഷ്ണങ്ങളാക്കി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മരിച്ചില്ല. ഈ 49 ആളെയും കൊണ്ട് ഇന്ദ്രൻ പുറത്തു വന്നു. എന്താ ഉണ്ടായത് എന്ന് ദിതി ചോദിക്കുമ്പോ പേടിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ പറഞ്ഞത്, അമ്മേ ജീവന് കൊതിയുള്ളതുകൊണ്ട് ഞാൻ അമ്മയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. ശപിക്കല്ലേ വേണ്ട, പക്ഷേ ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ, തല്ലുകൂടാണ്ട് ഒരുമിച്ച് നടക്കണം കേട്ടോ എന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കാൻ ദിതിക്ക് സാധിച്ചു. ഭഗവാനെ സേവിച്ചാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന മാറ്റം, എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ, എല്ലാവരെയും അംഗീകരിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ നമ്മുടെ ഹൃദയം വിശാലമായി തീരുന്നു. അതൊക്കെ ഈ നാമത്തിന്റെ ശക്തിയായിട്ട്, ഭക്തിയുടെ ശക്തിയായിട്ട് 6ാമത്തെ സ്കന്ധത്തില് ഇതൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെ പറഞ്ഞു വെച്ചപ്പോഴാണ് പരീക്ഷിത് മഹാരാജാവ് ശ്രീശുക ബ്രഹ്മർഷിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. സമപ്രിയ സുഹൃത് ബ്രഹ്മൻ ഭൂതാനാം ഭഗവാൻ സ്വയം ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധീത് വിഷമോ യഥാ. എല്ലാ ജീവജാലങ്ങളെയും
ഒരുപോലെ കണ്ട് സ്നേഹിക്കുന്നവരാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. എന്നാൽ പല കഥകളിലും ദേവേന്ദ്രനെ സഹായിക്കുന്നു, അസുരന്മാരെ ഇല്ലാതാക്കുന്നു, അങ്ങനെയും കാണാനുണ്ടല്ലോ. ഭഗവാന് ദേവന്മാരെ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ? അസുരന്മാരെ കൊണ്ട് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുമെന്ന് പേടിയുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് ഭഗവാൻ ദേവന്മാരോടൊപ്പം നിൽക്കുന്നത്, അസുരന്മാരെ ഇല്ലാതാക്കുന്നത്? ഭഗവാൻ എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് എന്ന് പറഞ്ഞതിന് വിപരീതമല്ലേ? ഈ സംശയം ഒന്ന് തീർത്തു തരണം എന്ന് പരീക്ഷിത് ആവശ്യപ്പെട്ടു. ശ്രീശുക ബ്രഹ്മർഷി ഗുരുനാഥൻ ഒന്ന് പുഞ്ചിരിച്ചു. നല്ല ചോദ്യം എന്ന് പറഞ്ഞു. സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതം അത്ഭുതം. ഭഗവാന്റെ കഥകള് പലതും അത്ഭുതമാണ്. നമുക്ക് നേരത്തെ ഇത് ഇന്ന പോലെ ഇരിക്കും എന്ന് തീരുമാനിക്കാൻ സാധിക്കില്ല. നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പലതും ഭഗവത് കഥകളില് കണ്ടുകൊണ്ടിരിക്കും. അതെങ്ങനെയാ അങ്ങനെയാവുന്നത് എന്ന് ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഭാഗവതത്തിന്റെ മാഹാത്മ്യം. എത്ര കേട്ടാലും എത്ര ചിന്തിച്ചാലും എത്ര പറഞ്ഞാലും പിന്നെയും പിന്നെയും പുതുമകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണല്ലോ. എത്രയായാലും മടുപ്പുണ്ടാക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഭഗവത് കഥകളുടെ മാഹാത്മ്യം. അതുകൊണ്ട് എന്താ പ്രയോജനം? ഒരിക്കൽ വായിച്ചാൽ ഒരിക്കൽ പറഞ്ഞാൽ അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇനി അതിന് മേലതിലൊന്നുമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ പറ്റില്ല ഭാഗവതം. അത് നമ്മളെ കൊണ്ട് വീണ്ടും 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 ചിന്തിപ്പിച്ച് നമ്മളിൽ ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതം അത്ഭുതം യത് ഭാഗവത മാഹാത്മ്യം ഭഗവത് ഭക്തിവർദ്ധനം. സംശയങ്ങൾ ഉണ്ടാവണം. കഥകൾ ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കാണ് സംശയങ്ങൾ ഉണ്ടാവുന്നത്. ഭാഗവതം കേട്ടിട്ട് യാതൊരു സംശയം ഉണ്ടായില്ല ഒരാൾക്ക് എന്നിരിക്കട്ടെ, അതിന്റെ അർത്ഥം അയാളെല്ലാം അറിഞ്ഞവനാണ് എന്നല്ല. എത്ര അറിഞ്ഞവനും സംശയം പിന്നെയും ബാക്കിയുണ്ടാവും. അയാൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമാണ്. അയാൾ അവിടേക്ക് ശ്രദ്ധിച്ചിട്ടേ ഇല്ല, അതുകൊണ്ടാണ് അയാൾക്ക് സംശയമില്ലാത്തത്. അപ്പൊ അങ്ങ് ശ്രദ്ധിക്കുന്നു, അതുകൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിച്ചത്. നന്നായി. ഭഗവാൻ എല്ലാ പൊതുജനങ്ങളെയും ഒരുപോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്, എല്ലാവരോടൊപ്പം ഒരുപോലെയാണ് നിൽക്കുന്നത്. പക്ഷേ കാലം എന്നൊന്നുണ്ട് ഇവിടെ. കാലം തിരിഞ്ഞു വരുമ്പോ സാത്വികമായിട്ടുള്ള കാലത്ത് സത്വഗുണക്കാരുടെ കൂടെയാണ് ഭഗവാൻ, അവർക്കാണ് വിജയം എന്ന് നമുക്ക് തോന്നലുണ്ടാവുന്നു. രജോ ഗുണമേറിയ കാലം വരുമ്പോൾ രജോ ഗുണക്കാർക്ക് വിജയം, തമോ ഗുണമേറിയ കാലം വരുമ്പോൾ തമോ ഗുണക്കാർക്ക് വിജയം. മറ്റുള്ളവർക്ക് ഒപ്പമല്ല ഭഗവാൻ എന്ന് തോന്നലുണ്ടാക്കുന്നു. എന്നാൽ ഒന്നുകൂടി ചിന്തിച്ചാലോ, ദേവേന്ദ്രനും വൃത്രാസുരനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ദേവേന്ദ്രൻ ജയിച്ചു, വൃത്രാസുരൻ തോറ്റു. ഒന്നുകൂടി ചിന്തിച്ചാൽ ജയിച്ചിട്ട് ഇന്ദ്രൻ എന്ത് കിട്ടി? പഴയ സ്വർഗത്തില് അതുപോലെ ചെന്നിരിക്കാം, അതായത് വേറൊരു മാറ്റം ഉണ്ടായിട്ടില്ല. വൃത്രാസുരനോ, അയാൾ യുദ്ധത്തിൽ തോറ്റവനാണ്, പക്ഷെ അയാൾ നേരെ വൈകുണ്ഠത്തിലേക്കാണ് എത്തിയത്, ഭഗവാന്റെ തൃപ്പാദമൂലത്തിലേക്ക്. ഇനി ഒരിക്കലും ഒരു ജന്മം വേണ്ട, ദുഃഖങ്ങൾ ഉണ്ടാവില്ല, നിത്യ ആനന്ദത്തിലേക്ക് ആണ് എത്തിയത്. അപ്പോ സത്യത്തിൽ ആരാ വിജയിച്ചത്? ജയിച്ചവനോ തോറ്റവനോ? ആർക്കാണ് ലാഭമുണ്ടായത്? ഒരു നോട്ടത്തിൽ ഇന്ദ്രന്റെ കൂടെയാണ് ഭഗവാൻ എന്ന് തോന്നും. ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ വൃത്രാസുരന്റെ കൂടെയാണ് ഭഗവാൻ എന്ന് തോന്നില്ലേ? നമ്മൾ ചിന്തിക്കും തോറും ഇവിടെ ജയവും പരാജയവും ഒക്കെ നമുക്ക് തോന്നുന്നത് മാത്രമാണ്. പരാജയങ്ങൾ നമുക്ക് പുതിയ പുതിയ പാഠങ്ങളെ തരുന്നുണ്ട്. പരാജയങ്ങൾ നമ്മൾക്ക് പുതിയ പുതിയ വഴികളെ ചിന്തിപ്പിക്കുന്നുണ്ട്. പരാജയങ്ങൾ നമ്മുടെ ഉള്ളിൽ അഹങ്കാരമുണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുന്നുണ്ട്. പരാജയങ്ങൾ നമ്മൾക്ക് ധീരമായ ഒരു ജീവിതത്തെ ക്രമേണ ഉണ്ടാക്കി തരുന്നുണ്ട്. ഞാനേ ജീവിതത്തിൽ കുറെ അനുഭവിച്ചതാണ്, ഇനിയിപ്പോൾ ഇതിന് മേലെയൊന്നും വരാനൊന്നുമില്ല, എനിക്ക് യാതൊരു ഭയവുമില്ല എന്ന നിലയിലേക്ക് എത്തിക്കാൻ ജീവിതത്തിലെ കയ്പുകളാണ്
പരാജയങ്ങളാണ് കാരണമാവുന്നത്. എപ്പോഴും ജയിച്ചു മാത്രം പോയിട്ടുള്ള ഒരാൾക്ക് എന്നും ജീവിതത്തിൽ പേടിയാണ് എപ്പോഴെങ്കിലും തോൽക്കുമോ എന്ന്. ഒരാളെ ഉറപ്പുള്ളവനാക്കുന്നത് അയാളുടെ ജീവിതത്തിൽ ഇത്തരം വിപരീത അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജയം പരാജയം എന്നതൊക്കെ പുറമേക്ക് തോന്നുന്നതാണ്. എല്ലാം നമുക്ക് ഭഗവാന്റെ കാരുണ്യത്തെ കൂടുതൽ കൂടുതൽ അനുഭവിപ്പിക്കുന്നതായിട്ട് മാത്രമാണ് എടുക്കേണ്ടത്. അങ്ങനെ നോക്കിയാൽ ഭഗവാൻ എപ്പോഴും എല്ലാവരുടെ കൂടെയുണ്ട്. പിന്നെ ഇങ്ങനൊരു സംശയം ഉണ്ടായല്ലോ എന്നോർത്ത് വിഷമിക്കുകയും വേണ്ട. അങ്ങയുടെ മുത്തച്ഛനായിട്ടുള്ള യുധിഷ്ഠിരൻ എത്ര ധർമ്മിഷ്ഠനായിരുന്നു, എത്ര ഭക്തനായിരുന്നു. അദ്ദേഹത്തിനും ഒരിക്കലും ഇതുപോലെ സംശയം ഉണ്ടായി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് രാജസൂയം എന്ന മഹായാഗം ചെയ്യാൻ സാധിച്ചു ചക്രവർത്തിയായിട്ട്. ആ രാജസൂയത്തില് 13ാമത്തെ മാസത്തില് അഗ്രാസന പൂജയില് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ പൂജിച്ചു കൊണ്ടിരുന്നു. 14 ലോകങ്ങളിലുള്ള സകലരും ഈ യുധിഷ്ഠിരൻ എത്ര ഭാഗ്യവാനാണ്, എത്ര ഭാഗ്യവാനാണ്, എത്ര സുഹൃതിയാണ് എന്ന് അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരുന്നു. ആ സമയം ഭഗവാനെയും ഭക്തന്മാരെയും നിന്ദിച്ചു പറയാൻ തുടങ്ങി ചേതിരാജാവായിട്ടുള്ള ശിശുപാലൻ. 1, 2, 3, 4 എന്ന് ഭഗവാൻ കണക്ക് പിടിച്ചു. 100 കഴിഞ്ഞ് 101ാമത്തെ അപരാധം പറഞ്ഞപ്പോ തൃച്ചക്രം അയച്ചു, ശിശുപാലന്റെ ഗളം ഛേദിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശിശുപാലനിൽ നിന്ന് ഒരാത്മജ്യോതിസ് ഉയർന്ന് എല്ലാവരും കാണുക ഭഗവാന്റെ തൃപ്പാദത്തിൽ പോയി ലയിച്ചു. അപ്പോഴാണ് ഈ യുധിഷ്ഠിരൻ അടുത്തിരുന്ന് ശ്രീനാരദ മഹർഷിയോട് ചോദിച്ചത്, ജനിച്ച കാലം തൊട്ട് ഭഗവാനെ എതിർക്കുക മാത്രം ചെയ്ത ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ സായുജ്യം കിട്ടി? നാരദ മഹർഷി എതിർത്തരം പറഞ്ഞു, എതിർത്തുകൊണ്ടാണോ ആശ്രയിച്ചുകൊണ്ടാണോ എന്നുള്ളതല്ല, ഒരാൾ തൻ്റെ ആയുസ്സിൽ എത്ര സമയം ഭഗവാനെ തന്നെ സ്മരിച്ചിട്ടുണ്ട് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ഭഗവാൻ അയാളെ തന്നിലേക്ക് ചേർക്കണോ വേണ്ടിയോ തീരുമാനിക്കുന്നത്. ഗോപികമാര് കാമം കൊണ്ടല്ലേ ഭഗവാനെ ചിന്തിച്ചത്, കംസൻ ഭയം കൊണ്ടല്ലേ, ഇവരൊക്കെ എതിർപ്പ് കൊണ്ടല്ലേ. നിങ്ങളെ പോലുള്ളവര് സൗഹൃദം കൊണ്ടായിരിക്കും, വൃഷ്ണികൾ സംബന്ധം കൊണ്ടായിരിക്കും, ഞങ്ങളെ പോലുള്ളവർ ഭക്തി കൊണ്ടായിരിക്കും. ചീത്തയെന്നും നല്ലതെന്നും മാറി മാറി തോന്നാവുന്ന പല വികാരങ്ങളുണ്ടാവാം. പക്ഷേ ഏത് വികാരം കൊണ്ടാണെങ്കിലും ഭഗവാനെ എത്ര സമയം ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോ സ്നേഹം കൊണ്ട് ഭഗവാനെ ചിന്തിച്ചതിനേക്കാൾ എത്രയോ അധികം എതിർപ്പ് കൊണ്ട് ഭഗവാനെ കുറിച്ച് ഇയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരാള് സ്നേഹമുണ്ടെന്നിരിക്കട്ടെ, കൂട്ടുകാരനാണ്, പരിചയക്കാരനാണ്, പക്ഷെ എപ്പോഴും അയാളെ തന്നെ ചിന്തിച്ചിരിക്കുകയൊന്നുമില്ല. കാണുമ്പോൾ വലിയ രോഗിയായിരിക്കും, വർത്തമാനായിരിക്കും, എപ്പോഴും അയാളെ ചിന്തിച്ചിരിക്കാൻ പറ്റില്ല. എന്നാൽ ഒരാളെ നമുക്ക് ശത്രുതയുണ്ടെന്നിരിക്കട്ടെ, എതിർപ്പുണ്ടെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നതിനിടയിലും അയാളുടെ ആ സ്മരണ ഇങ്ങനെ തികട്ടി വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പറയില്ലേ, നാരങ്ങ തിന്നാൽ നാരങ്ങ തേട്ടുന്നു. ഭക്ഷണത്തിൽ വേറെ എന്തൊക്കെ വസ്തുക്കൾ ഉണ്ടെങ്കിലും സാരില്ല, ഇടയ്ക്ക് ഒരു നാരങ്ങക്കരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ തേട്ടി വരുമ്പോഴൊക്കെ ഈ നാരങ്ങയുടെ സ്വാദം അങ്ങനെ വരും. അതുപോലെ ഏതെങ്കിലും ഒരാളോടൊരു എതിർപ്പുണ്ട്, ശത്രുതയുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്ക് ഇടയിൽ അയാളെ ഇങ്ങനെ ഓർമ്മ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ പൊറുക്കാൻ പറ്റാതെ ഒരു നീറ്റലായിട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. ശിശുപാലൻ ഭഗവാനെ ഒരു നിമിഷം മറന്നിട്ടില്ല. അതുകൊണ്ടാണ് അയാൾക്ക് സായുജ്യം കിട്ടിയത്. പിന്നെ ഈ ശിശുപാലൻ സാധാരണക്കാരനല്ല. പണ്ട് ഭഗവാന്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരായിരുന്ന ജയവിജയന്മാര് സരകാദികളുടെ ശാപം കൊണ്ട് 3 പ്രാവശ്യം അസുരന്മാരായിട്ട് ജനിക്കും എന്ന് വന്ന കഥ കേട്ടിട്ടില്ലേ? അവരാദ്യം ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായി. ഭഗവാൻ വരാഹമൂർത്തിയായിട്ടും നരസിംഹമൂർത്തിയായിട്ടും അവരെ വധിച്ചു. പിന്നെ അവര് രാവണനും കുംഭകർണനുമായി.
ഭഗവാൻ ശ്രീരാമചന്ദ്രനായിട്ട് അവരെ വധിച്ചു. ഇപ്പോഴിതാ ശിശുപാലനും ദന്തഭക്തനുമായിട്ട് വന്നിരിക്കണം. ശിശുപാലന് ഭഗവാൻ മോക്ഷം കൊടുത്തു, ദന്തഭക്തനും കൊടുക്കും. തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭൃത്യന്മാർക്ക് ഇനി ഭൂമിയിൽ ഒരു ജന്മം വേണ്ടാത്ത രീതിയിൽ തന്നിലേക്ക് നിത്യമായ ലയത്തെ കൊടുക്കുന്ന ഭഗവാന്റെ അപാര കാരുണ്യത്തിന്റെ ലീലയാണ് ഈ കണ്ടത്. ഇത് കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമായി, പുണ്യമായി എന്ന് കരുതുകയാണ് വേണ്ടത് എന്നൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഈ ശിശുപാലനോ ഭഗവാൻ അത്ര വേണ്ടപ്പെട്ട ആളായിരുന്നു അറിഞ്ഞില്ല കേട്ടോ. ഇതുവരെ നമുക്ക് തോന്നിയത് ഭഗവാനെ കുറിച്ച് അപരാധം മാത്രം പറയുന്നവൻ, ഭഗവാനെ എതിർക്കുന്നവൻ, ഒരിക്കലും അവനോടൊന്നും മിണ്ടരുത്, അവനെക്കുറിച്ച് ചിന്തിക്കുക പോലും അരുത്, ദുർജനമാണ് എന്നാണ് ചിന്തിച്ചു പോകുന്നത്. ഇത്രയൊക്കെ മഹിമയുണ്ടായിരുന്നോ? ശിശുപാലൻ മരിച്ചതിന് ശേഷമാണല്ലോ അത് അറിയണത്. ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിൽ ഒന്ന് നമസ്കരിച്ചേക്കായിരുന്നു. എനിക്ക് ആ ശിശുപാലന്റെ പഴയ കഥകളൊക്കെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോഴാണ് നാരദ മഹർഷി ഇദ്ദേഹം പണ്ട് ഹിരണ്യകശിപുവായിരുന്ന കാലത്തെ കഥ പറഞ്ഞു കേൾപ്പിക്കുന്നത്. 7ാമത്തെ സ്കന്ധം ഊതയ കർമ്മവാസനാഹ എന്ന ലക്ഷണത്തോടു കൂടിയതാണ്. 6ാമത്തെ സ്കന്ധത്തില് എല്ലാവരും ഭഗവാനിലേക്ക് ഭക്തിയെ ചെയ്യണം എന്ന് പറഞ്ഞുവല്ലോ. പക്ഷെ എല്ലാവരും ഒരുപോലെയല്ല. ഈ ലോകത്തിൽ എത്ര പേരുണ്ട് അത്രയും സ്വഭാവങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം ഇതിന്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഓരോരുത്തരും ഓരോ സ്വഭാവക്കാരാണ്. എല്ലാവരും ഒരുപോലെ ഭഗവാന്റെ ഭക്തന്മാരാവണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. പിന്നെ എങ്ങനെ എല്ലാവർക്കും ഭഗവാനിലേക്ക് എത്താൻ വഴി കാണും? അതോ ഏതൊരു ഭാവമാണ് നമുക്ക് ഭഗവാൻ തന്നിട്ടുള്ളത് അത് ഭഗവാൻ സന്തോഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക, അതാണ് ഭക്തി. അല്ലാതെ ഗുരുവായൂർ പോയപ്പോ അവിടെ മഞ്ഞമുണ്ട് ചുറ്റിക്കൊണ്ട്, മഞ്ഞമുണ്ട് തോളത്തിട്ടുകൊണ്ട്, താടിയൊക്കെ നീട്ടിയിട്ട് കുറെ മാലയൊക്കെ ഇട്ടിട്ട് ഭക്തന്മാരെ കണ്ടുവന്നിരിക്കട്ടെ, നമ്മളെല്ലാവരും അതുപോലെ വേഷം കെട്ടണം എന്ന് പറഞ്ഞാൽ നടക്കൂ? ഒരാൾ മറ്റൊരാളെ പോലെ ആകുമല്ല വേണ്ടത്. തനിക്ക് ഏത് വേഷമാണോ ഭഗവാൻ തന്നിട്ടുള്ളത് അത് ഭഗവാൻ സന്തോഷിക്കണേ എന്ന് പറഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് ചെയ്യാം. ഒരു നാടകമാണെങ്കിൽ ആലോചിച്ച് നോക്കൂ. യത് കൃത്വാ വിശ്വരംഗം രചന യവനികം എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഇതൊരു നാടകരംഗമാണ്. ഇവിടെ ഇത്രയും കഥാപാത്രങ്ങളെ വെച്ചിരിക്കുന്നത് ഭഗവാനാണ്. ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ടുണ്ട്. ഒരു നാടകത്തിൽ സംവിധായകൻ കുറെ നടന്മാരെയും നടിമാരെയും കൂട്ടിയിട്ട് ഓരോരുത്തർക്കും ഓരോ റോള് കൊടുത്തിട്ട് ഭംഗിയാക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അതിൽ നായകനായിട്ടൊരാളുണ്ട്, പ്രതിനായകനായിട്ടൊരാളുണ്ട്, കൊമേഡിയനായിട്ടൊരാളുണ്ട്. കൊമേഡിയന് തോന്നുകയാണ് ഞാനൊരു മോശക്കാരനോട്ടെ, എപ്പോഴും ഇങ്ങനെ കോമഡി കളിച്ച് നടന്നാലേ ഞാനൊരു വിഡ്ഢി പോലെയാണ്, കോമാളി പോലെയാണ്. നായകനെയല്ലേ എല്ലാവരും ബഹുമാനിക്കണത്, ഞാനും നായകനെ പോലെ നടിക്കാം. ഇയാൾ കോമഡി ചെയ്താൽ നന്നാവും എന്ന് കരുതിയാണ് ആ റോൾ അയാൾക്ക് കൊടുത്തത്. പക്ഷെ അയാള് കോമഡി മോശമാണെന്ന് പറഞ്ഞിട്ട് നായകനെ പോലെ ഗൗരവമായിട്ട്, അപ്പൊ നാടകം മോശമാവുക ചെയ്യും അല്ലേ? നമുക്ക് ഏത് റോളാണോ സംവിധായകൻ തന്നത് അത് നന്നാക്കാം. സംവിധായകൻ എല്ലാവരോടും സന്തോഷിക്കുന്നത് ഒരുപോലെയാ. നായകനോടും പ്രതിനായകനോടും കൊമേഡിയനോടും ഈ സംവിധായകൻ സന്തോഷിക്കുന്നത് ഒരുപോലെയാ. എല്ലാവരും ചേർന്നാണ് നാടകം നന്നാക്കിയത്. ഇതുപോലെ ഭഗവാൻ നമുക്ക് ഓരോരുത്തർക്കും ഏതേത് ഭാവങ്ങളാണ് തന്നത് അത് നന്നായിട്ട് ചെയ്യാം, ഭഗവാൻ സന്തോഷിക്കണേന്ന് കരുതിയിട്ട്. അല്ലാതെ ഒരാൾ മറ്റൊരാളെ പോലെ ആവാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇവിടെ പറഞ്ഞു തരികയാണ് നമ്മളുടെ ഈ സ്വഭാവ വ്യത്യാസങ്ങളെയാണ് ഊതയഹ കർമ്മവാസനാഹ എന്ന് പറയുന്നത്. കർമ്മവാസനകൾ, ഹിരണ്യകശിപുവിന്റെ കർമ്മവാസന ഭഗവാനെ എതിർക്കുന്നതായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകന്റെ പ്രഹ്ലാദന്റെ കർമ്മവാസന
തിരുനാമം ജപിച്ചുകൊണ്ട് ഭഗവാനെ ഏറ്റവും ആശ്രയിക്കുന്നതായിരുന്നു. തികച്ചും വിപരീതം. പക്ഷേ ഈ ഹിരണ്യകശിപുവിനെ മടിയിൽ കിടത്തി ഭഗവാൻ തന്റെ തൃക്കൈ കൊണ്ട് മാരടം പിളർന്ന് ഹൃദയമെടുത്ത് അനുഗ്രഹിച്ചുവെങ്കിൽ പ്രഹ്ലാദനെ മടിയിൽ ഇരുത്തി തന്റെ തൃക്കൈ കൊണ്ട് അനുഗ്രഹിച്ചു. അത്രയുള്ള വ്യത്യാസം. പ്രഹ്ലാദൻ തന്റെ ഹൃദയത്തെ ഭഗവാന് കൊടുക്കാൻ തയ്യാറായി. ഹിരണ്യകശിപു തയ്യാറാവാതിരുന്നപ്പോ ഭഗവാൻ അയാളുടെ ഹൃദയത്തെ എടുത്തു. ഭഗവാന്റെ കാരുണ്യം ഒരുപോലെയാണ് രണ്ടുപേരോടും. പക്ഷേ നാം ഹിരണ്യകശിപുവിനെ പോലെ ഭഗവാനിൽ നിന്ന് എതിർത്ത് അകന്നു പോവുക അല്ല നല്ലത്. നമ്മുടെ ഹൃദയത്തെ ഭഗവാന് കൊടുക്കുക. കാരണം ഭഗവാൻ ആ ഹൃദയം എടുക്കുന്നതോടുകൂടി ഹിരണ്യകശിപു കഴിഞ്ഞു. എന്നാൽ ഹൃദയം ഭഗവാന് കൊടുത്ത പ്രഹ്ലാദൻ പിന്നെയും ലോകത്തിന് മുഴുവൻ മാതൃകയായിട്ട് ഭക്തോത്തമനായിട്ട് ഈ ലോകത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇവിടെ സുഖമായി സന്തോഷമായി എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായി ദീർഘകാലം വസിക്കണം എന്നാണല്ലോ ആഗ്രഹം. അപ്പൊ ഹൃദയം ഭഗവാന് കൊടുക്കുക നല്ലത്, ഭഗവാനെ എതിർക്കുകയല്ല നല്ലത്. ഭഗവാന് രണ്ടും ഒരുപോലെയാണെങ്കിലും നമുക്ക് സുഖം അതാണ്. ഹൃദയം ഭഗവാൻ കൊടുക്കൂ. ഇതൊക്കെ കാണിക്കാനാണ് ഈ 7ാമത്തെ സ്കന്ധത്തിലെ കഥകൾ പറയുന്നത്. തന്റെ അനുജരായിട്ടുള്ള ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമൂർത്തിയായി വന്ന് വധിച്ചു എന്ന് കേട്ടതോടെ ഹിരണ്യകശിപു ദേഷ്യപ്പെട്ടു. ആ വിഷ്ണുവിനെ ഞാൻ കൊല്ലും എന്ന് തീരുമാനിച്ചു. അതിന് വരബലം വേണ്ടി വരും, തപസ് ചെയ്യേണ്ടി വരും. തപസ്സിനായിട്ട് മഹേന്ദ്രപർവ്വതത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപേ അന്തഃപുരത്തിൽ ചെന്ന് അമ്മയെ നമസ്കരിച്ചു. ഹിരണ്യകശിപുവിന് അതിനുള്ള വിവരമൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു വലിയ കാര്യം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പേ അമ്മയെ നമസ്കരിച്ചിട്ട് വേണം. പെറ്റമ്മയുടെ അനുഗ്രഹം ഇല്ലാതെ എന്തിനും പുറപ്പെട്ടിട്ട് കാര്യമില്ല. അതൊക്കെ ഹിരണ്യകശിപുവിന് അറിയാം. ദിതിദേവിയെ നമസ്കരിച്ച് തത്വങ്ങളെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ കരച്ചിലൊക്കെ അടക്കി അമ്മയുടെ പൂർണ്ണ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഹിരണ്യകശിപു മഹേന്ദ്രപർവ്വതത്തിലേക്ക് പോയത്. അത്യുഗ്രമായിട്ട് തപസ് ചെയ്തു ബ്രഹ്മാവിനെ. ഒറ്റക്കാലിൽ നിന്ന് 2 കൈകളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ തുറിച്ചു മിഴിച്ച് അതിഘോരമായിട്ടുള്ള തപസ്. ഹിരണ്യകശിപു നിന്ന ഭാഗത്ത് നിന്ന് തീജ്വാലകൾ ഉയർന്നു ആകാശത്തേക്ക്. ആകാശത്ത് കൂടെ ദേവന്മാർക്ക് സഞ്ചരിക്കാൻ വയ്യാതായി. അവരൊക്കെ ബ്രഹ്മാവിനെ ചെന്ന് അറിയിച്ചു. ബ്രഹ്മാവ് വന്ന് നോക്കി. അപ്പോഴേക്കും ഹിരണ്യകശിപു നിന്ന ഭാഗത്ത് ഒരു വലിയ ചിതൽപ്പുറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തട്ടിപ്പൊളിച്ചപ്പോ അസ്ഥികൂടം മാത്രം ഉണ്ട് നിൽക്കണം. ചെതല് തിന്ന് കഴിഞ്ഞു, ബാക്കിയല്ല. എന്നിട്ടും ഇയാളുടെ തപസ് മുടങ്ങിയിട്ടില്ല. ഇതൊരു തപസ്സാത് ഇതിനു മുൻപ് ആരും ചെയ്തിട്ടില്ല, ഇനി ആരെങ്കിലും ചെയ്യുമെന്നും തോന്നുന്നില്ല. സന്തോഷായി, എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ തന്റെ കമണ്ഡലം വരെ ജലമെടുത്ത് തളിച്ചതും പഴയതിനേക്കാളും ഓജസ്സും തേജസ്സും കാഠിന്യവും ഹിരണ്യകശിപു ഉണ്ടായി വന്നു. ബ്രഹ്മാവിനെ വീണ് നമസ്കരിച്ചു, സ്തുതിച്ചു. എന്താ വരം വേണ്ടത് ചോദിച്ചപ്പോ അങ്ങയുടെ സൃഷ്ടിയിൽപ്പെട്ട ഒന്നുകൊണ്ടും എനിക്ക് മരണം വരാതിരിക്കട്ടെ എന്ന് വരം ചോദിച്ചു. ഓ അങ്ങനെയാവട്ടെ എന്ന് ബ്രഹ്മാവും. കാരണം ബ്രഹ്മാവിനറിയാം ഇതാരാണെന്ന്. ഭഗവാന്റെ വൈകുണ്ഠത്തിലെ കാവൽക്കാരനായിട്ടുള്ള ജയനാണ്. ഭഗവാന്റെ കൈ കൊണ്ടേ മരിക്കുള്ളൂ. ഭഗവാൻ തന്റെ സൃഷ്ടിപ്പെട്ടതല്ലോ, ഭഗവാന്റെ സൃഷ്ടിയാണല്ലോ താൻ. അതുകൊണ്ട് വരം കൊടുത്തു. അപ്പൊ ഇവരെ വേറെ വരങ്ങളായി. അകത്ത് വെച്ച് മരിക്കരുത്, പുറത്ത് വെച്ച് മരിക്കരുത്, പകല് മരിക്കരുത്, രാത്രി മരിക്കരുത്, മനുഷ്യർ കൊല്ലരുത്, മൃഗങ്ങൾ കൊല്ലരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്, ആകാശത്ത് വെച്ച് മരിക്കരുത്, ഇങ്ങനെ എന്തൊക്കെയോ വരങ്ങൾ എല്ലാം കൊടുത്തു ബ്രഹ്മദേവൻ. അതോടെ ഇനി തനിക്ക് മരണമുണ്ടാവില്ല എന്ന് ഉറപ്പായി ഹിരണ്യകശിപുവിന്. വിഷ്ണുവിനോട് പ്രതികാരം ചെയ്യാനായിട്ട് പാഞ്ഞു ചെന്നു അത്രേ വൈകുണ്ഠത്തിലേക്ക്. വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അയാളുടെ ഹൃദയത്തിനകത്ത് ഒളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പുറമേ മാത്രമേ അയാൾ തിരയുള്ളൂ. എവിടെയും വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരുന്നപ്പോ ഹിരണ്യകശിപു ലോകങ്ങളെ മുഴുവൻ പിടിച്ചടക്കി അത്യുഗ്രമായ ഭരണം ചെയ്തു.
സകലരെയും കഷ്ടപ്പെടുത്താണ്. എല്ലാവരും ചേർന്ന് കരഞ്ഞ് വിളിക്കട്ടെ വിഷ്ണുവിനെ, വിഷ്ണു വരട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഒരാളോടും ഹിരണ്യകശിപുവിന് ദേഷ്യമൊന്നുമില്ല. അവരെല്ലാം ചേർന്ന് കരഞ്ഞ് വിളിക്കണം വിഷ്ണുവിനെ, വിഷ്ണു വരണം, അപ്പൊ എനിക്ക് വിഷ്ണുവിനെ കൊല്ലണം. അത്യുഗ്രമായ തപസ് ചെയ്തു, അത്യുഗ്രമായിട്ടുള്ള ഭരണവും ചെയ്തു. ഇതിനിടയിൽ ദേവന്മാരൊക്കെ ഒരോട്ടത്തിന് എപ്പോഴോ പാലാഴി തീരത്ത് പോയിട്ട് ഭഗവാനെ നമസ്കരിച്ചു അത്രേ. ഭഗവാന്റെ ഒരു അശരീരി വാക്ക് കേട്ടു, ഇങ്ങനെ പേടിക്കണ്ട. യഥാ ദേവേഷു വേദേഷു ഗോഷു വിപ്രേഷു സാധുഷു ധർമ്മേ മൈച വിദ്വേഷ സവാ ആശു വിനശ്യതി. നിങ്ങൾക്കറിയില്ലേ, വേദങ്ങൾക്ക്, ദേവന്മാർക്ക്, ഗോക്കൾക്ക്, വിപ്രന്മാർക്ക്, ധർമ്മത്തിന് ഒക്കെ എതിരായിട്ട് ആൾക്കാർ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ അവനവന്റെ നാശം വരുത്തി വെക്കുകയാണ്. ഹിരണ്യകശിപു അതൊക്കെയല്ലേ ചെയ്യണേ. അവൻ നശിച്ചോളും, അവൻ വളരെയല്ല, അവൻ തളരുകയാണിപ്പോ. എപ്പോഴാണ് അത് പൂർത്തിയാവുക എന്ന് പറയാം. ആരോടും വൈരമില്ലാത്ത, മനസ്സ് ഏറ്റവും അടങ്ങിയ, എന്റെ തികഞ്ഞ ഭക്തനായ അയാളുടെ മകനെ പ്രഹ്ലാദനെ എന്ന് അയാൾ ദ്രോഹിക്കാൻ തുടങ്ങുന്നു, അന്ന് ഞാൻ ഹിരണ്യകശിപുവിനെ വധിച്ചോളാം. ദേവന്മാർ പിന്നെ പ്രഹ്ലാദൻ എന്ന ആ ഉണ്ണിയെ ഹിരണ്യകശിപു എപ്പോഴാ ഉപദ്രവിക്കാൻ തുടങ്ങുന്നത് അത് നോക്കിയിരിക്കെ. ഈ ഹിരണ്യകശിപുവിന് നേരത്തെ 3 മക്കളുണ്ട്. സംഹ്ലാദൻ, അനുഹ്ലാദൻ, ഹ്ലാദൻ. 4ാമത് പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ മറ്റുള്ള കുട്ടികളെ പോലെയല്ല, മറ്റുള്ള അസുരന്മാരെ പോലെയല്ല. രഹിത ആസുരോ അസുര, ആസുരഭാവം ഒട്ടുമില്ലാത്ത, ജന്മം കൊണ്ട് മാത്രം അസുരനായിട്ടുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ, മഹത് ഗുണങ്ങൾ അത് പാടി പുകഴ്ത്താൻ എത്ര വാക്കുകൾ ഉണ്ടായാലും പോരാ. നമ്മള് വിനയം, ദയ, സത്യസന്ധത, കാരുണ്യം, സഹാനുഭൂതി, ഇങ്ങനെ എന്തെല്ലാം സദ്ഗുണങ്ങൾ പറയാറുണ്ട്. അവയെല്ലാം കൊണ്ട് പ്രഹ്ലാദന്റെ മഹിമയെ ഒന്ന് സൂചിപ്പിക്കാനേ സാധിക്കും. മാഹാത്മ്യം തസ്യ സൂച്യത. പ്രഹ്ലാദന്റെ മഹിമയെ ഒന്ന് സൂചിപ്പിക്കാൻ എത്ര വാക്കുകൾ പറഞ്ഞാലും പ്രഹ്ലാദൻ ആരാണത് വ്യക്തമാക്കാൻ സാധ്യമില്ല. അത് കണ്ട് തന്നെ, അനുഭവിച്ച് തന്നെ അറിയണം. അത്രയ്ക്ക് സജ്ജനമായിരുന്നു പ്രഹ്ലാദൻ. എല്ലാവർക്കും കൗതുകം തോന്നുന്ന, എല്ലാവർക്കും സ്നേഹിക്കാൻ മാത്രം തോന്നുന്ന ഒരു ഉണ്ണി. അയാൾ ചിലപ്പോഴൊക്കെ ഭഗവാന്റെ നാമം ജപിച്ച് തുള്ളിച്ചാടുന്നുണ്ടാവും, ചിലപ്പോൾ കരയുന്നുണ്ടാവും, ചിലപ്പോൾ ഒരനക്കവുമില്ലാതെ ഇരിക്കുന്നുണ്ടാവും. പല ചേഷ്ടകളും കാണിക്കാറുണ്ട്. നന്ന കുട്ടിയായിരിക്കും. വാക്കുകൾ കൂട്ടിപ്പറയാൻ പ്രായമാകാത്തതിന് മുമ്പ് തന്നെ ഈ ഭക്തിയുടെ ചേഷ്ടകളൊക്കെ അയാൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആയാൽ പറ്റില്ല. ഹിരണ്യകശിപു ലോകത്തിനെ മുഴുവൻ നാമം ജപിക്കില്ല എന്ന് ഉറപ്പുവരുത്തിയ ആളാണ്. പക്ഷെ തന്റെ കുട്ടി നാമം ജപിക്കുന്നു. ഷണ്ടാമർക്കന്മാര് എന്ന ഉപാധ്യായന്മാരെ വിളിച്ചു, ശുക്രാചാര്യരുടെ മക്കളെ. പ്രഹ്ലാദനെ ഏൽപ്പിച്ചു, ഇവരെ കൊണ്ടുപോയിട്ട് ഒരു അസുരക്കുട്ടിയാക്കി എടുത്ത് കൊണ്ടുവരും. അസുരന്മാരുടെ പാഠങ്ങള് ഷണ്ടാമർക്കന്മാര് പറഞ്ഞു കൊടുത്തു. പ്രഹ്ലാദൻ അതൊന്നും കേൾക്കണ്ട. അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ശ്രീനാരദ മഹർഷി ഭാഗവതധർമ്മം ഉപദേശിച്ചിട്ടുണ്ട്. അതിൽ അരുത് എന്ന് പറഞ്ഞ പാഠങ്ങളാണ് ഇവർ പറഞ്ഞു കൊടുക്കുന്നത്. ഇതൊന്നും തനിക്കുള്ളതല്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ ചെവിയിൽ വന്ന് പതിക്കാതിരിക്കാൻ ഏറ്റവും നല്ല ഉപായമാണ് നാമം ജപിക്കുക. അപ്പൊ നാമം മാത്രമേ കേൾക്കണ്ടൂ, മറ്റുള്ളവർ പറയുന്നതൊന്നും കേൾക്കേണ്ടി വരില്ല. പ്രഹ്ലാദൻ നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഹിരണ്യകശിപു ഉണ്ണിയെ മടിയിൽ വെച്ച് ആളിച്ചുകൊണ്ട് ചോദിച്ചു അത്രേ, നിനക്ക് എന്താ ഇഷ്ടം? പ്രഹ്ലാദൻ യാതൊരു സംശയം കൂടാതെ പറഞ്ഞു, എനിക്ക് ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ കിടക്കാതെ ഈ കുടുംബമാകുന്ന നരകം ഒക്കെ വിട്ടിട്ട് കാട്ടിൽ പോയിരുന്ന ഭഗവാന്റെ തിരുനാമം ജപിക്കുകയാണ് ഏറ്റവും നല്ലതെന്നാ തോന്നുന്നത്. കാട് എന്നൊക്കെ പറഞ്ഞാൽ പേടിക്കണ്ടേ? ദുഷ്ടമൃഗങ്ങൾ ഉണ്ടാവില്ലേ, സർപ്പങ്ങൾ ഉണ്ടാവില്ലേ, ഭക്ഷണം കിട്ടുമോ എല്ലായിടത്തും? നാടിനേക്കാൾ ഭേദമാണ്.
കാട് നാടിനേക്കാൾ ഭേദമാണ്. കാട്ടിലുള്ള ജീവികളെ നമ്മൾ അവരെ അങ്ങോട്ട് ഉപദ്രവിച്ചാൽ അല്ലെങ്കിൽ ഉപദ്രവിക്കുമെന്ന് തോന്നിയാലേ അവർ നമ്മളെ എന്തെങ്കിലും ചെയ്യുള്ളൂ. നാട്ടിൽ അങ്ങനെയല്ല. ഒരാൾക്കും ഒരു ഉപദ്രവം ചെയ്യണ്ട. ഒരു ദിക്കിൽ ഒതുങ്ങിയിരുന്ന് നാമം ജപിച്ചു നോക്കൂ, ആൾക്കാർ ഇങ്ങോട്ട് വരണാണ്. എന്താ പ്രശ്നം? എന്തിനാ നാമം ജപിക്കണത്? ഇങ്ങോട്ട് വന്ന് നമ്മളെ ഉപദ്രവിക്കുന്ന കാണാം, നാമജപം മുടക്കണ കാണാം. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ സേവിക്കണമെങ്കിൽ കാട് തന്നെയാണ് നല്ലത്. വനം ഗതോ യദ്ധരിമാശ്രയേത എന്ന് പ്രഹ്ലാദൻ ഷണ്ടാകുമാർക്കന്മാരെ ശാസിച്ചു ഹിരണ്യകശിപു. ഇതുവരെ വീട്ടിലിരുന്ന് നാമം ജപിച്ചേർന്നേ ഉള്ളൂ, നിങ്ങൾ പഠിപ്പിച്ചപ്പോ കാട്ടുപോയി നാമം ജപിക്കണം എന്ന്. അയ്യോ ഞങ്ങൾ പഠിപ്പിച്ചതല്ല. എന്നാ കൊണ്ടുപോയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് വേണ്ടത് പഠിപ്പിക്കൂ. മറ്റാരും ഇവന് വേണ്ടാത്തത് പറഞ്ഞു കൊടുക്കാതെ നോക്കൂ. അവര് കൊണ്ടുപോയി പ്രഹ്ലാദനോട് ചോദിച്ചു, എന്താ പ്രഹ്ലാദ, ഇത് നമുക്ക് പാടില്ലാത്താന്ന് അറിയില്ലേ? എന്താ ഇതൊക്കെ അച്ഛനോട് പറയണത്? എവിടുന്നാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നണത്? പ്രഹ്ലാദൻ, നമുക്ക് പാടുള്ളതൊന്ന്, മറ്റുള്ളവർക്ക് പാടുള്ളത് വേറൊന്ന് എന്നൊക്കെ എന്തോ ഒരു മായ കൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ എല്ലാവർക്കും ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. നമുക്കൊക്കെ നാഥനായിട്ടുള്ള ഭഗവാന്റെ തിരുനാമം ജപിക്കുക, ഭഗവാനെ ആശ്രയിക്കുക. അതല്ല ഇങ്ങനെ ഞാൻ നീ എന്ന് വേറെ വേറെ തോന്നാൻ ഏതൊരു മായയാണോ കാരണം, ആ മായയ്ക്ക് നമസ്കരിക്കണം, മായാനാഥന് നമസ്കരിക്കണം എന്നേ എനിക്ക് തോന്നുന്നു. എനിക്ക് എങ്ങനെയാ നാമം ജപിക്കാൻ തോന്നുന്നത് എന്ന് ചോദിച്ചാൽ കൃത്യം ഉത്തരം അറിയില്ല. ഒരു കാന്തം അടുത്ത് വരുമ്പോ ഇരുമ്പിന്റെ സൂചി അതിലേക്ക് ഇങ്ങനെ ചാടും. സൂചി എന്താ ചാടുന്നത് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? സൂചി ചാടണില്ല, കാന്തം അതിനെ പിടിച്ച് വലിച്ചിട്ടല്ലേ. അതുപോലെ എന്റെ നാവ് എങ്ങനെയാ നാമം ജപിക്കണ ചോദിച്ചാൽ ഉത്തരമില്ല. ശ്രീകാന്തനായിട്ടുള്ള ഭഗവാന്റെ ഒരു ലീല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഷണ്ടാമർക്കന്മാർ ഉറപ്പിച്ചു, അസുരന്മാരാകുന്ന നല്ലൊരു ചന്ദനക്കാട്, അതിൽ ഇങ്ങനൊരു മുള്ളുവരം എങ്ങനെ വന്നുണ്ടായി? ഇനി ഒരു പക്ഷേ ഇതിനെ വെട്ടി ഒതുക്കാനായിട്ട് എന്തെങ്കിലും വിഷ്ണുവാകുന്ന ആ കോടാലി വരുമ്പോ അതിന് പിടിയിടാനാവോ? വിഷ്ണുവിനെ സഹായിക്കാനാവോ? ഈ കുലത്തെ മുടിപ്പിക്കാനാവോ ഇങ്ങനെ ഒരുത്തനുണ്ടായത്? നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റുള്ളൂ, നമ്മൾ പറയേണ്ടത് പറഞ്ഞു കൊടുക്കാം. അവര് വീണ്ടും പാഠങ്ങൾ ഓതി കൊടുത്തു. പ്രഹ്ലാദൻ അത് ശ്രദ്ധിച്ചോ ഇല്ലയോ? ഒരു ദിവസം ഹിരണ്യകശിപു വീണ്ടും ഉണ്ണിയെ മടിയിലിരുത്തി ലാളിച്ചു കൊണ്ട് ചോദിച്ചു, ദേ അന്ന് പറഞ്ഞ പോലെ ഒന്നും പറയല്ലേ, അച്ഛന് ദേഷ്യം വരും. ഉണ്ണിക്ക് ഗുരുക്കന്മാരെ പഠിപ്പിച്ചതിൽ ഏറ്റവും ശരി തോന്നുന്നത് എന്താ? ഗുരു എന്ന് പറഞ്ഞാൽ കണ്ണി കണ്ടത് പഠിപ്പിക്കണവരെയൊന്നും ഗുരു എന്ന് പറയില്ല. ഈശ്വരങ്കലേക്ക് കൃത്യമായ വഴിയിൽ നമ്മളെ കൊണ്ടു നടക്കുന്നവനെ മാത്രമേ ഗുരു എന്ന് പറയാവൂ. അത് ശ്രീനാരദ മഹർഷിയാണ്. ശ്രീനാരദ മഹർഷി പഠിപ്പിച്ചതിൽ ഏറ്റവും ശരിയെന്ന് തോന്നുന്നത്, എല്ലാവർക്കും ശരിയെന്ന് തോന്നുന്നത്. പ്രഹ്ലാദൻ പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. 9 തരത്തിൽ ഭഗവാനെ സേവിക്കാം. ഭഗവാന്റെ മഹിമകൾ കേട്ടുകൊണ്ട്, കീർത്തിച്ചുകൊണ്ട്, എല്ലായിടത്തും ഭഗവാൻ ഉണ്ടെന്ന് സ്മരിച്ചുകൊണ്ട്, ഭഗവാന്റെ പാദസേവനം ചെയ്യാൻ കൊതിച്ചുകൊണ്ട്, ചെയ്യുന്നതൊക്കെ ഭഗവാൻ ആരാധനം എന്ന് കരുതി ചെയ്തുകൊണ്ട്, എല്ലാത്തിലും ഭഗവാനെ കണ്ട് വന്ദിച്ചുകൊണ്ട്, ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നവനായി തീർന്നുകൊണ്ട്, എൻ്റെ എന്നൊന്നുമില്ല, എല്ലാം ഭഗവാന്റെ എന്ന് സങ്കല്പിച്ച് സമർപ്പിച്ചുകൊണ്ട്, തന്നെ തന്നെ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് 9 തരത്തിൽ ഭഗവാനെ സേവിക്കാം. പക്ഷേ ഇതെല്ലാം ചെയ്യാൻ ഏതെങ്കിലും ഒരാൾക്ക് സാധിക്കുമോ? ഓരോരുത്തരും ഓരോ തരക്കാരല്ലേ. അതുകൊണ്ടൊരു കുറവും പക്ഷേ ഇല്ല. ഭഗവാൻ അറിയാം നമ്മളെ. നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്താൽ മതി. ഒരാൾക്ക് കീർത്തനം ചെയ്യാൻ സാധിക്കും, അയാൾ അത് ചെയ്താൽ മതി. മറ്റെട്ടും ചെയ്തില്ലല്ലോ എന്നൊരിക്കലും ഭഗവാൻ ചോദിക്കാറില്ല. ഇതെങ്കിലും നീ ചെയ്തല്ലോ, നീ എൻ്റെ ആളാണ് കേട്ടോ എന്ന് ചേർത്ത് നിർത്തുകയുള്ളൂ. ഇത്രയ്ക്ക് നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കുറവുകൾ കാണാതെ
നമ്മളുടെ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ അത് കണ്ട് നമ്മളെ അംഗീകരിക്കുന്ന ഒരു ഭഗവാൻ ശ്രീഹരിയുണ്ട് എന്നതിന് മേലെ മറ്റെന്താണ് വിശേഷമായിട്ട് നല്ലതായിട്ട് പറയേണ്ടത്? ലോകത്തിലെ ഏതൊരാൾക്കും ഏറ്റവും സുഖം തരുന്ന, സമാധാനം തരുന്ന, അഭയം തരുന്ന വാർത്ത നമ്മളെ അറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഈശ്വരനുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. ഇതങ്ങൾ കേട്ടതോടെ ഹിരണ്യകശിപു സാമാന്യം ദേഷ്യപ്പെട്ടു. ഷണ്ഡമർക്കന്മാരെ കൈയൊഴിച്ചു. ഞങ്ങളല്ലേ? പ്രഹ്ലാദനോട് ചോദിച്ചു, എവിടുന്ന് കിട്ടി നിനക്ക് ഇങ്ങനെ ഒരു ബുദ്ധി? പ്രഹ്ലാദൻ പറഞ്ഞു, അച്ഛാ, ഇത് പറഞ്ഞു തരാൻ ഈ ലോകത്തിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷേ കേൾക്കണമെന്നൊരാഗ്രഹം നമുക്കുണ്ടാവണം. നമ്മൾ സജ്ജനങ്ങളെ പോയി നമസ്കരിക്കണം. അല്ലാതെ എനിക്കെല്ലാം അറിയാം, ആരും എന്നെ ഉപദേശിക്കണ്ട എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിരുന്നാൽ ആരും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു തരില്ല. സജ്ജനങ്ങളെ കാണുമ്പോൾ വീട് നമസ്കരിച്ച് ഇനിയും തനിക്ക് ഒരുപാട് അറിയേണ്ടതുണ്ട്, ഇനിയും തന്നിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട് എന്ന ബോധത്തോടു കൂടി അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടിരിക്കണം. അതിന്റെ കുറവ് മാത്രമേ അച്ഛനുള്ളൂ. ഈ ആസുര ഭാവം വിട്ടിട്ട് ഒന്ന് സജ്ജനങ്ങളെ നമസ്കരിക്കാൻ നോക്കുക അച്ഛ. അങ്ങോട്ട് പറഞ്ഞതോടെ ഞാൻ ഇവനെ നേരെയാക്കാൻ നോക്കുക, ഇവൻ എന്നോട് നേരെയാവാൻ പറയും. മടിയിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞു പ്രഹ്ലാദനെ കൊണ്ടുപോയി കൊന്നോളാൻ പറഞ്ഞു രാക്ഷസന്മാരോട്. അവർ കൊണ്ടുപോയി. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എത്ര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതും കൊച്ചുകുട്ടിയെ, രാജകുമാരനെ വാള് കൊണ്ട് വെട്ടി. പക്ഷെ വാള് പാറയിൽ തട്ടിയ പോലെ അങ്ങോട്ട് തിരിച്ചു വന്നു. അയ്യോ, അത് വയ്യ. കൊന്നം കൊണ്ട് കുത്തിയാലോ അത് ഒടിഞ്ഞു പോണു. ഒരായുധം പ്രയോഗിക്കാൻ പറ്റുന്നില്ല. പാറക്കല്ലാണെങ്കിൽ വെള്ളത്തിലിട്ടാൽ താന്നു പോവല്ലോ. പക്ഷെ വെള്ളത്തിലിട്ടപ്പോ പൊങ്ങുതടി പോലെ പൊങ്ങിക്കിടക്കും. പൊങ്ങുതടിയാണെങ്കിൽ അഗ്നിയിൽ കൊണ്ടിട്ടാൽ ദഹിച്ചു പോകുമല്ലോ. തീയിൽ കൊണ്ടിട്ടാൽ തീ അങ്ങോട്ട് കെട്ടുപോയതേ വരുള്ളൂ. ഈ ആൾക്കൊരു ആപത്ത് കൊടുക്കാൻ ഒരു തരത്തിലും അവരെ കൊണ്ട് പറ്റിയില്ല. കൺവെൻഷനലായിട്ട് ഇതുവരെ പറയപ്പെട്ടിട്ടുള്ള എല്ലാ വധോപായങ്ങളും വെറുതെയായി. തിരിച്ച് വീണ്ടും ഹിരണ്യകശിപുവിന്റെ അടുത്ത് കൊണ്ടുവന്നാക്കി പ്രഹ്ലാദനെ. ഞങ്ങളെ കൊണ്ട് പറ്റില്ല തമ്പുരാനെ. ഹിരണ്യകശിപു സ്വയം പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങളും നോക്കി. വിഷം കൊടുക്കുക, വിഷപ്പാമ്പുകളുടെ നടുക്കിടുക, ദിക്കജങ്ങളുടെ കാൽക്കലിട്ട് കൊടുക്കുക, ഭക്ഷണം കൊടുക്കാതിരുന്ന് നോക്കുക. പല പല മാർഗങ്ങളും പ്രഹ്ലാദനെ നേരൊക്കെ പ്രയോഗിച്ചു നോക്കി. പക്ഷെ ഓരോന്ന് കഴിയുമ്പോഴും പ്രഹ്ലാദന് തന്നെ രക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ഉണ്ട് കൂടെ എന്ന് കൂടുതൽ 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 അനുഭവമായിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയായാലും തന്റെ നാമം ജപിക്കുന്നവരെ രക്ഷിക്കാൻ ഭഗവാനുണ്ട്. പണ്ട് ഗുരുനാഥൻ പറഞ്ഞുന്നുണ്ട് നാരദ മഹർഷി. പക്ഷെ അത് അനുഭവത്തിൽ വരുന്നത് ഇപ്പോഴാണ്. ക്ലാസ്സുകളില് തിയറി പഠിപ്പിക്കും. തത്വത്തിൽ അതങ്ങനെയാണെന്ന് പഠിച്ച് ഉറപ്പിച്ചാലും ലബോറട്ടറി പോയിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്തു നോക്കി അതങ്ങനെ തന്നെയാണ് എന്ന അനുഭവം വന്നിട്ടാവുമ്പോൾ അതിനൊരു സുഖം കൂടുതലുണ്ട്. പിന്നെ അതിന് സംശയമില്ല. ഇതുപോലെ ജീവിതത്തിലെ അനുഭവങ്ങള് പ്രഹ്ലാദനിൽ ഭഗവാൻ കൂടെയുണ്ടെന്ന ഉറപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അയാൾക്ക് ഊർജം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം ഷണ്ഡാമർക്കന്മാർ പറഞ്ഞു അത്രേ, ഒരു ദിക്കിൽ പിടിച്ച് കെട്ടിയിട, ഒന്നും തിന്നാൻ കൊടുക്കരുത്. ശുക്രാചാര്യം വന്ന് നേരെയാക്കിക്കോട്ടെ. അങ്ങനെയായി. പിന്നെ ഒരിക്കൽ പ്രഹ്ലാദന്റെ കൂട്ടുകാരൻ അസുരബാലന്മാര് അടുത്തു വന്നിട്ട് പ്രഹ്ലാദനോട് ചോദിച്ചു, എന്തിനാ ഇങ്ങനെ അച്ഛൻ പറഞ്ഞത് കേൾക്കാതെ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണത്? കണ്ടിട്ട് സങ്കടം എന്താ പ്രഹ്ലാദ? പ്രഹ്ലാദൻ പറഞ്ഞു, കുട്ടികളെ, നിങ്ങളുടെ ഉള്ളിൽ എന്നോട് സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ സങ്കടം ഉണ്ടാവുന്നത്. അത് നല്ലതാ. എന്നാൽ ഞാൻ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. അച്ഛൻ എന്നെ പലതരത്തിലും ഉപദ്രവിക്കാൻ നോക്കിയത് ശരിയാണ്, പക്ഷേ ഒന്നും എന്നെ ബാധിച്ചില്ലല്ലോ. നിങ്ങളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? ഇങ്ങനെയൊക്കെ ചെയ്താൽ മരിച്ചു പോണ്ടേ? എനിക്കൊന്നും ബാധിക്കാതിരിക്കാൻ കാരണം ഞാൻ നാമം ജപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നെ ഭഗവാൻ രക്ഷിക്കണ്ട എന്നുള്ളതാണ്. നിങ്ങളും ഇതുപോലെ നാമം ജപിക്കാൻ ഇറങ്ങിയെങ്കിൽ
നിങ്ങളെയും ഇതുപോലെ രക്ഷിക്കും ഭഗവാൻ. ഭഗവാന്റെ തിരുനാമം ഇത് ചിലർക്ക് മാത്രമുള്ളതൊന്നുമല്ല. നിങ്ങൾ നാമം ജപിച്ചു നോക്കൂ, നിങ്ങളെയും ഇതുപോലെ ഭഗവാൻ രക്ഷിക്കുന്നത് നിങ്ങൾക്ക് അനുഭവമാവും. ഒരാളുടെ അനുഭവമല്ല വേറൊരാൾക്ക്, ഒരാളുടെ ജീവിതമല്ല മറ്റൊരാൾക്ക്. അതുപോലെ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേക അനുഭവങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ അനുഭവം കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വയം നാമം ജപിക്കണം. അതിൽ ഏറ്റവും വലിയ അനുഭവം എന്താ ചോദിച്ചാൽ, ഈ പണത്തിന്റെയും സുഖത്തിന്റെയും പിന്നാലെ ഓടുന്ന കാണാനുണ്ടല്ലോ ആൾക്കാര്. അവർക്ക് അതുകൊണ്ട് എന്താ കിട്ടണേ? കുറെ ക്ലേശം, ക്ഷീണം, നേടിയെടുത്തതൊക്കെ നഷ്ടപ്പെടുക എന്നുള്ളൊരു ഭയം, ഇതൊക്കെയല്ലേ ഉള്ളൂ. എന്നാൽ അത്രയൊന്നും ക്ലേശിക്കണ്ട. അവനവന്റെ ഉള്ളിലുള്ള ആ ഭഗവാനെ തിരുനാമം ജപിച്ച് നേടിയെടുക്കാൻ ആ ഒരു ഭഗവാൻ കൂടെയുണ്ട് എന്ന അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നഷ്ടപ്പെടാത്തതാണ്. ഒരാൾക്ക് നമ്മളിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് പൂർണ്ണത ഉണ്ടാവും. പിന്നെ പണം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ആരോഗ്യം ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പുറമേയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളുടെ ഉള്ളിലെ നിറവിന് യാതൊരു കുറവുമില്ല. മറ്റത് ഉള്ളിൽ ആ ഒരു നിറവ് കിട്ടാതെ, അനുഭവം കിട്ടാതെ പുറമെ എത്ര പണം വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഒരാൾക്ക് ഒരു മാസം 1 കോടി രൂപയുടെ വരുമാനം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പഞ്ചായത്തിൽ ഏറ്റവും കേവലം ഞാൻ തന്നെയാണ്, എന്നെക്കാൾ മേലെ ആരുമില്ല എന്ന് കരുതാം. പക്ഷേ മറ്റെവിടെയോ വെച്ച് 1.5 കോടി രൂപ ഉണ്ടാക്കുന്ന ഒരാളെ കണ്ടാൽ അയ്യോ അയാളോളം ആയില്ലല്ലോ ഞാൻ, പിന്നെയും അവിടെ സങ്കടം ഉണ്ടാവില്ലേ? എല്ലാം ആയി എന്ന് തോന്നുമോ? എത്ര പണം ഉണ്ടാക്കിയാലും, എത്ര പറമ്പുണ്ടാക്കിയാലും, എത്രയെല്ലാം മറ്റു കാര്യങ്ങൾ ചെയ്താലും, ലോകത്തെ എവിടെ വേണമെങ്കിലും ടൂർ പോയി എല്ലാം കണ്ടുവന്ന ഒരാള് അപ്പോഴാണ് കേൾക്കുന്നത് ചിലർ ബഹിരാകാശത്തേക്ക് ടൂർ പോയിത്രേ. അയ്യോ അത് ഞാൻ പോയിട്ടില്ലല്ലോ, അപ്പൊ ഞാൻ മോശക്കാരനായി. ഈ എല്ലാം തികഞ്ഞു എന്ന് ഒരിക്കലും തൃപ്തിപ്പെടാൻ സാധിക്കേയില്ല പുറമെ. എന്നാൽ ഉള്ളിൽ എല്ലാത്തിനും നാഥനായ ഭഗവാൻ കൂടെയുണ്ടെന്ന അനുഭവം കിട്ടിയാൽ പിന്നെ പുറമെ വസ്തുക്കൾ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അവന് യാതൊരു മാറ്റവുമില്ല. കുട്ടികളെ, യാതൊരു ചെലവുമില്ലാതെ, പ്രത്യേകിച്ച് യാതൊരു ക്ലേശവുമില്ലാതെ ഏറ്റവും അമൂല്യമായ ആനന്ദം അവനവന്റെ ഉള്ളിൽ നേടിയെടുക്കാൻ നമ്മൾ തിരുനാമം ജപിക്കേ വേണ്ടൂ. ഗുരുനാഥന്മാര് പറയുന്നത് അനുസരിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, സേവിക്കുക, ആരെ ഉപദ്രവിക്കാതിരിക്കുക, തിരുനാമം ജപിക്കുക. ഇതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ചെയ്തു നോക്കൂ, അവനവനാണ് ലാഭം. പ്രഹ്ലാദൻ വേണ്ടതുപോലെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രഹ്ലാദൻ പറയുമ്പോൾ ആ ഒരു സ്നേഹം മാത്രമല്ല, അയാൾ അനുഭവത്തോട് കൂടിയിട്ടാണ് പറയുന്നത്. കുട്ടികൾക്കും നാമം ജപിക്കാമെന്ന് തോന്നി. എല്ലാവരും ചേർന്ന് നാമം ജപിക്കുമ്പോ ഇത് കണ്ടുവന്ന ചണ്ടാവർക്കന്മാർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അവർ ഹിരണ്യകശിപുവിനെ വിവരറിയിച്ചു. അയാൾ വലിയ കോപത്തോടു കൂടി പാഞ്ഞു വന്നു. മറ്റു കുട്ടികളൊക്കെ പേടിച്ചോടി. എന്നാൽ പ്രഹ്ലാദൻ ബന്ധനത്തിൽ കിടന്നുകൊണ്ടും അച്ഛനെ വധിക്കണം. അത് ഹിരണ്യകശിപുവിനെ ദേഷ്യം വർദ്ധിപ്പിക്കണം. എരുതിയിൽ എണ്ണ പോലെ. ദുർവിനയം കാണിക്കുന്നവനെ, മന്ദബുദ്ധി, കുലത്തെ മുടിക്കാനുണ്ടായവനെ, ഞാൻ വരുമ്പോ ഒന്നങ്ങട് തൊഴുത് കാണിച്ചാൽ ഇതിനു മുൻപ് നീ ചെയ്ത അപരാധങ്ങൾ മുഴുവൻ ഞാനവിടെ മറക്കും, പൊറുക്കുന്നു കരുതിയോ? ഇത്ര പോകുന്നൊരു കുട്ടിക്ക് ഇങ്ങനൊരു വിപ്ലവം ഇവിടെ നടത്താൻ ഒറ്റയ്ക്ക് സാധിക്കില്ല. ആര് കൂടേണ്ട എന്നുള്ളതാണ് അതിന്റെ ബലം. ഇത് ചോദിച്ചപ്പോ പ്രഹ്ലാദൻ പറയണു, അച്ഛാ എനിക്ക് ആരാണ് ബലമെന്ന് ചോദിച്ചാൽ അങ്ങേക്ക് ഇപ്പോ ഇങ്ങനെ വാളും ഉയർത്തിപ്പിടിച്ച് നിന്ന് ആക്രോശിക്കാൻ ആരാ ബലം? അതേ വസ്തുവാണ്. ഈ ലോകത്തില് ബലമുണ്ടെന്ന് കരുതുന്നവർക്കും ബലമില്ലെന്ന് കരുതുന്നവർക്കും അങ്ങനെ കരുതാൻ ബലം കൊടുക്കുന്ന വസ്തു. ഞാനത് അറിയുന്നുണ്ട്, അച്ഛൻ ഇപ്പോഴും അത് അറിയുന്നില്ല, അത്രയേ ഉള്ളൂ. വേറൊരു വ്യത്യാസവും ഇല്ല. അതറിയണമെങ്കിൽ ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞില്ലേ, ഈ ആസുര ഭാവം വിട്ടിട്ട് മറ്റുള്ളവരെ, അറിവുള്ളവരെ, സജ്ജനങ്ങളെ ഒന്ന് നമസ്കരിക്കാൻ തയ്യാറാവേ വേണ്ടൂ.
ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന് മറന്നിട്ട് എനിക്ക് ഇനിയും ഒരുപാട് നേരെയാവാനുണ്ട് എന്ന തിരിച്ചറിവിൽ സജ്ജനങ്ങളെ നമസ്കരിക്കാൻ നോക്കൂ. അവർ പറയുന്നത് അനുസരിക്കാൻ നോക്കൂ. അച്ഛനും അറിയാം ഇത്. ഹിരണ്യകശിപു ഉറക്കെ നല്ലടി ചിരിച്ചു. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നീ മരിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. ലോകത്തെ സാമാന്യ ആൾക്കാരൊക്കെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. അവർക്ക് തെറ്റുപറ്റിയാൽ സാമം, ദാനം, ഭേദം, ദണ്ഡം ഇങ്ങനെ 4 ഉപായങ്ങളിലൂടെ അവരെ തിരുത്തിക്കൊണ്ടുവരാം. എന്നാൽ ഒരുവൻ ചാവണം എന്ന് തീരുമാനിച്ചാൽ പിന്നെ അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല, എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, പേടിപ്പിച്ചിട്ടും കാര്യമില്ല, ഇനി അവനെ അങ്ങോട്ട് തല്ലിയിട്ടും കാര്യമില്ല. അവൻ ചാവാൻ തയ്യാറാണ്. നിന്നെ നേരെയാക്കാൻ പറ്റില്ല. പിന്നെ ഒന്നേ ഉള്ളൂ, അച്ഛൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് മകൻ വരില്ല. ഭാഗ്യം കെട്ടവൻ. നിന്നെ ഈ 3 ലോകത്തിന്റെ ചക്രവർത്തിയാക്കണം എന്ന് ആഗ്രഹിച്ചതാ ഞാൻ. നിനക്കത് വേണ്ട. അച്ഛൻ ആഗ്രഹിക്കുന്നിടത്തേക്ക് മകൻ വരില്ലെങ്കിൽ മകൻ ആഗ്രഹിക്കുന്നത് അച്ഛൻ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. ഞാൻ കൊല്ലാൻ നിന്നെ. ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ നിന്റെ ഒരു ആഗ്രഹം ഞാൻ സാധിക്കണമല്ലോ. നിന്നെ ഞാൻ കൊന്നു തരാം. പക്ഷെ അതിന് മുൻപ് ഒരു ചോദ്യമുണ്ട്. നീ കുട്ടികളോടൊക്കെ പറഞ്ഞല്ലോ എല്ലാവരെയും രക്ഷിച്ചുകൊണ്ട് ഒരു വിഷ്ണു എവിടെയുണ്ടെന്ന്. എവിടെ? ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് കാണിച്ചു കൊടുക്കാൻ കഴിവുണ്ടാവണം. നിനക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞത് എൻ്റെ ഒരു ഊഹം മാത്രമായിരുന്നു, സത്യമായിക്കൊള്ളണമെന്നില്ല കേട്ടോ എന്ന് നീ സമ്മതിക്കണം. കാരണം നിനക്കിതൊക്കെ പറഞ്ഞിട്ട് മരിച്ചു പോയാൽ മതി. ഈ കുട്ടികൾ ആശയക്കുഴപ്പത്തിലാവും. ഇത് ഉണ്ടോ ഇല്ലയോ എന്ന് ഇന്ന് തീരുമാനമാവണം. എവിടെ? പ്രഹ്ലാദൻ പറഞ്ഞു, സർവത്ര, എല്ലായിടത്തുമുള്ള വസ്തു. ഇന്നടത്താണ്, ഇന്നതാണ്, ഞാൻ എങ്ങനെയാ ചൂണ്ടിക്കാണിക്കുക? അപ്പൊ ഹിരണ്യകശിപു ചോദിക്കണോ, എങ്കിൽ ഞാൻ പറയാം, ഈ തൂണിലുണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് കാണാനില്ലല്ലോ. അച്ഛന് കാണാനില്ല എന്നതുകൊണ്ട് അവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് കാണാനുണ്ട്. പ്രഹ്ലാദൻ ആ തൂണിനെ നോക്കി തൊഴുതു. എങ്കിൽ ഞാൻ ഈ തൂണി ഇടിച്ച് പൊട്ടിക്കാൻ പോവാണ്. നിന്റെ ഹരി വന്ന് നിന്നെ രക്ഷിക്കട്ടെ. അതിൽ ഭഗവാൻ ഉണ്ടെന്ന് പറയേണ്ട ചുമതലയെ പ്രഹ്ലാദനുള്ളൂ. അതിൽ ഉണ്ടാവേണ്ട ചുമതല, പ്രത്യക്ഷമാവേണ്ട ചുമതല ഭഗവാനാണ്. ഭക്തന്മാര് എന്താ പറഞ്ഞത് അത് സത്യമാക്കേണ്ട ചുമതല ഭഗവാനാണ്. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. പ്രഹ്ലാദന്റെ ഗുരുനാഥനായിട്ടുള്ള ഈ നാരദ മഹർഷി ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. കയാധു എന്ന് പറയുന്ന ആ അമ്മയെ ദേവേന്ദ്രൻ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച സമയത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി ഒരു വാക്ക് പറഞ്ഞു, ഈ ഗർഭത്തിലെടുത്ത് മഹാഭാഗവതനാട്ടോ, ഭഗവാന്റെ സ്വന്തം ആളാട്ടോ, നിന്നെ കൊണ്ട് കൊല്ലാനൊന്നും പറ്റില്ല. നാരദ മഹർഷി അത് പറഞ്ഞു. പിന്നെ അത് സത്യമാക്കേണ്ടത് ഭഗവാന്റെ ചുമതലയാണ്. ഭക്തന് വേറെ ഒരു ചുമതലയില്ല. അപ്പൊ നാവിൽ വന്നത് പറഞ്ഞാൽ മതി, പിന്നെ ഭഗവാൻ അത് സത്യം ആക്കിക്കോളും. സത്യം വിധാതും നിജഭൃത്യഭാഷിതം. കശ്യപ പ്രജാപതി പറഞ്ഞ വാക്ക് സത്യമാക്കിക്കൊണ്ട്, ബ്രഹ്മാവ് പറഞ്ഞ വാക്ക് സത്യമാക്കിക്കൊണ്ട്, വേദം പറഞ്ഞ വാക്ക് സത്യമാക്കിക്കൊണ്ട്, ഭഗവാനെ ആശ്രയിച്ച് നിൽക്കുന്ന സകല സച്ചൈതന്യങ്ങളും പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ സത്യമാക്കിക്കൊണ്ട് ഇതാ ആ തൂണിൽ നിന്ന് അത്യുഗ്രമായ അലർച്ചയോട് കൂടിയിട്ട്, അതിചണ്ഡമായ വേഗത്തോട് കൂടിയിട്ട്, ഏറ്റവും ഭീഷണമായിട്ടുള്ള ഒരു ഒരു പ്രകാശത്തോട് കൂടിയിട്ട് ഭഗവാൻ നരസിംഹമൂർത്തി പുറത്തു ചാടി. ഹിരണ്യകശിപു പേടിച്ച് 2 അടി പുറകോട്ട് വെച്ചു. വളർന്നു വളർന്ന് വളർന്നു വരുന്നതായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സിംഹമുഖവും അതിക്രൂരമായിട്ടുള്ള ഭാവവും, എന്നാൽ അതിൽ താഴെ ഭഗവാന്റെ വിരിഞ്ഞ മാറിടവും ആടയാഭരണങ്ങളും തൃക്കൈകളും അതിലെ ആയുധങ്ങളും തൃപ്പാദവും കേശാദിപാദം പാദാദികേശം നോക്കിക്കണ്ടു ഹിരണ്യകശിപുവും പ്രഹ്ലാദനും. ഓരോരുത്തരും അവനവന് ഉചിതമായിടത്താണ് എത്തിച്ചേരുക. എന്നും ഭക്തനായ പ്രഹ്ലാദൻ ഭഗവാന്റെ തൃപ്പാദത്തിൽ മാത്രം നോക്കി നിന്നു.
ഹിരണ്യകശിപുവിന്റെ നോട്ടമാകട്ടെ ഭീകരമായ ആ മുഖത്തേക്കാണ് ഉടക്കിയത്. വിഷ്ണുവാണല്ലേ, എന്നെ കൊല്ലാൻ വന്നിരിക്കുകയാണല്ലേ, ഞാൻ അങ്ങനെ ചാവാൻ തീരുമാനിച്ചിട്ടില്ല. നട്ടുച്ചയ്ക്ക് അവതരിച്ച ഭഗവാനോട് സന്ധ്യാസമയം വരയ്ക്കും ഹിരണ്യകശിപു തന്റെ സകല കഴിവുകളും പ്രയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്ത് പിടിച്ചു നിന്നുകൊണ്ടിരുന്നു. ആകാശത്ത് ബ്രഹ്മാദി ദേവകളെല്ലാം ഞെട്ടി വിറച്ചുകൊണ്ട് ഈ രംഗം കണ്ടുകൊണ്ട് നിന്നു. സന്ധ്യയായപ്പോ ഹിരണ്യകശിപുവിനെ പിടിച്ചൊതുക്കി ഒന്ന് അട്ടഹസിച്ചു അത്രേ ഭഗവാൻ. അതിൽ ഹിരണ്യകശിപുവിന്റെ സപ്തനാടികളും തളർന്നു. അയാളെ കൈകളിൽ കോരിയെടുത്ത് ഉമ്മറപ്പടിയിൽ ചെന്നിരുന്ന മടിയിൽ കിടത്തി രണ്ടു ഭാഗത്തും തന്റെ കൈകളെ കൊണ്ട് അമർത്തി വെച്ച് ആകാശമണ്ഡലത്തിലെ ബ്രഹ്മാവിനെ നേക്കം നോക്കിയിത്രേ ഭഗവാൻ. ഓ എന്റെ ബ്രഹ്മാവെ, എന്തൊക്കെ വരാ കൊടുത്തത്, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ വേഷം കെട്ടേണ്ടി വരുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നവനാണ്, എല്ലാവരോടും ഒപ്പം നിൽക്കുന്നവനാണ്, എല്ലാവർക്കും ഉപകാരം ചെയ്യുന്നവനാണ്, തിരിച്ച് ഇങ്ങോട്ടും ആൾക്കാരൊന്ന് സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെയൊക്കെ ഇവിടെ പ്രസിദ്ധമാക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെ ഉഗ്രമായിട്ടുള്ളൊരു വേഷം എന്നെ കൊണ്ട് കെട്ടിക്കുന്നത്. എന്തോ ആവട്ടെ, ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയായില്ലേ? പകലും രാത്രിയുമല്ല, സന്ധ്യാസമയത്താണ്, അകത്തും പുറത്തുമല്ല, ഉമ്മറപ്പടിയിലാണ്, ഭൂമിയിലും ആകാശത്തുമല്ല, എന്റെ മടിയിലാണിവൻ. മനുഷ്യനും മൃഗവുമല്ലാത്ത വേഷവുമാണ്. ഇനി എന്ത് വേണം? ജീവനുള്ളതും ഇല്ലാത്തതുമായ ഒരു ആയുധം, എന്റെ നഖങ്ങൾ. ഭഗവാൻ അത്യുഗ്രമായ ഒരു അലർച്ചയോടെ പൈശാചികമായിട്ടുള്ളൊരു ഭാവത്തോടു കൂടിയിട്ട് ആ ഹിരണ്യകശിപുവിന്റെ മാരണത്തിലേക്ക് നഖങ്ങളെ കുത്തിയിറക്കി പിളർത്തി വെച്ച് ചുട്ടു ചോരയെല്ലാം ചീച്ചി തീർച്ചപ്പോ അത് നക്കി നക്കി കുടിച്ച് അവന്റെ ആ കുടൽമാലയെല്ലാം വലിച്ചു പറിച്ച് പുറത്തേക്കിടുമ്പോ അതിനിടയിൽ നിന്ന് ആ ഹൃദയമാണ് തപ്പിയെടുക്കേണ്ടത്. അതെല്ലാം തന്റെ കഴുത്തിൽ മാലയാക്കിയിട്ട് ഹൃദയത്തെ പറിച്ചെടുത്ത് പിണത്തെ തട്ടിക്കളഞ്ഞ് അലറിപ്പാഞ്ഞുകൊണ്ട് നടന്നു അത്രേ അവിടെ. ഇനിയും ആരെങ്കിലും ഉണ്ടോ എന്റെ ഭക്തനെ തൊടാൻ? ഞാനുണ്ടവന്. പല രാക്ഷസന്മാരും എതിർക്കാനായിട്ട് പാഞ്ഞു വന്നു നോക്കി, പക്ഷേ ചവച്ച് തുപ്പാണ് അവരെയൊക്കെ. ആർക്കും അടുത്ത് ചെല്ലാൻ വയ്യ. വലിയ സിംഹാസനത്തിൽ കയറിയിരുന്ന് ഭൂമിയിൽ അമർത്തി ചവിട്ടി തീ പാറുന്ന കണ്ണുകളെ കൊണ്ട് എല്ലായിടത്തും നോക്കി. ഭൂമി കിടുങ്ങി വിറയ്ക്കും, പർവ്വതങ്ങൾ പൊടിഞ്ഞു തീരും, സമുദ്രത്തിലെ തിരമാലകൾ ഭൂമിയെ മുക്കിക്കളയും, ജ്യോതിർഗണങ്ങളെല്ലാം കരിഞ്ഞു വീഴും, പ്രളയമാവും. അതിനു മുൻപേ ഭഗവാനെ ശാന്തനാക്കിയില്ലെങ്കിൽ പറ്റില്ല. ആകാശത്തിത ദേവന്മാരും ദേവസ്ത്രീകളുമെല്ലാം വാദ്യങ്ങൾ മുഴക്കി പുഷ്പവൃഷ്ടി ചെയ്തു, സ്തുതിച്ചു, നൃത്തം ചെയ്തു. ഓരോരുത്തരായി താഴെ ഇറങ്ങി വന്ന് ബ്രഹ്മാവ്, മഹാദേവൻ ഓരോരുത്തരായിട്ട് ഭഗവാനെ സ്തുതിച്ചു നോക്കി. ഗന്ധർവന്മാര്, യക്ഷന്മാര്, കിന്നരന്മാര്, വൈതാളികന്മാര് ഇവരൊക്കെ കൂട്ടം കൂട്ടമായി വന്ന് സ്തുതിച്ചു നോക്കി. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. വിഷ്ണു പാർഷദന്മാര് വന്ന് പറഞ്ഞു നോക്കി, ഭഗവാന്റെ കോപം അടങ്ങണില്ല. ഭാഗവതത്തില് ആ 8ാമത്തെ അധ്യായത്തിന്റെ അവസാനം പേര് എഴുതുമ്പോ നൃസിംഹസ്തവോ നാമ അഷ്ടമോധ്യായ എന്നാണ്. അവരൊക്കെ നരസിംഹത്തിനെയാണ് സ്തുതിക്കുന്നത്, അടങ്ങണില്ല. എന്നാൽ പിന്നെ ശ്രീഭഗവതി പറഞ്ഞതനുസരിച്ച് ബ്രഹ്മദേവൻ പ്രഹ്ലാദനെ കെട്ടഴിച്ചു വിട്ടു. അച്ഛനെ കൊന്ന് ഭഗവാനെ ഒന്ന് ശാന്തനാക്കൂ എന്ന് പറഞ്ഞു. പ്രഹ്ലാദൻ നമസ്കരിച്ച് അടുത്ത് ചെന്ന് വാത്സല്യത്തോടെ എടുത്തു മടിയിൽ വെച്ച് ലാളിക്കുന്ന ആ ഭഗവാനോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ പ്രഹ്ലാദ സ്തുതി എന്ന് പറയും. പക്ഷെ ആ അധ്യായത്തിന് അവസാനം പേരെഴുതുമ്പോ ഭഗവത് സ്തവോ നാമ എന്ന് കാണാം. 8ാമത്തെ അധ്യായം നൃസിംഹസ്തവ, 9ാമത്തെ അധ്യായം ഭഗവത് സ്തവ. നൃസിംഹ വേഷമായിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ ഭഗവാനാണ്. ആ ഭാവങ്ങൾ എന്ത് കാണിക്കണമെന്നുള്ളതല്ല, അതിന്റെ ഹൃദയത്തിൽ എന്താണുള്ളത് അതറിഞ്ഞു സ്തുതിക്കാൻ പ്രഹ്ലാദനെ സാധിച്ചുള്ളൂ. ഭഗവാനെ വേഷമൊക്കെ വളരെ നന്നായിട്ടുണ്ട് കേട്ടോ എന്നാണ് പ്രഹ്ലാദൻ പറയണത്.
അങ്ങയുടെ ഈ കണ്ണ് കണ്ടിട്ടോ, മൂക്ക് കണ്ടിട്ടോ, പല്ല് കണ്ടിട്ടോ, നഖം കണ്ടിട്ടോ എനിക്ക് പേടി തോന്നുന്നില്ല. ഇതൊക്കെ ഭക്തന്മാർക്ക് അഭയം കൊടുക്കാൻ, ഭക്തന്മാരെ ഉപദ്രവിക്കാൻ പുറപ്പെടുന്നവർക്ക് ഭയം കൊടുക്കാൻ അങ്ങ് നടിക്കുന്നതാണ്. എനിക്ക് ഭയം അവിടുത്തെ മറന്ന്, നാമം ജപിക്കാൻ മറന്ന് മായയുടെ ഉള്ളിലെങ്ങാനും പെട്ടുപോകുമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അടിയനെ അവിടുന്നാണ് ഗുരുനാഥനെ പറഞ്ഞയച്ച നാമം ജപിപ്പിച്ച് ഇതുവരെയൊക്കെ എത്തിച്ചത്. അവിടുന്ന് സ്വയം അവിടുത്തെ തൃപ്പാദത്തിൽ എന്നും ചേർത്ത് നിർത്തണേ. ഇത് മാത്രമേ അടിയൻ പറയാനുള്ളൂ. അടിയൻ ഭാഗ്യവാനാണ്. അസുരകുലത്തിൽ ജനിച്ച ഒരാൾക്ക് ഭഗവാന്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭാഗ്യം കിട്ടുമോ സ്വതമേ? അടിയൻ ഭാഗ്യവാനാണ്. അവിടുത്തെ കാരുണ്യം. പക്ഷേ മറ്റ് അസുരബാലന്മാരുടെയൊക്കെ കഥ ആലോചിച്ച് നോക്കൂ, മറ്റാൾക്കാരുടെയൊക്കെ കഥ ആലോചിച്ച് നോക്കൂ. അവർക്ക് ശ്രീനാരദ മഹർഷിയെ പോലെ ഗുരുനാഥനെ കിട്ടുമോ? എല്ലാവർക്കും ഇതുപോലെ നാമം ജപിക്കാൻ തോന്നുമോ? അവിടുത്തെ സേവിക്കുകയാണ് സകല ജീവന്മാരും വേണ്ടത്. പക്ഷെ അത് തോന്നുകയാണ്. അപ്പൊ അവരൊക്കെ ദുഃഖത്തില് ദുരിതത്തില് അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാൻ പാടുണ്ടോ? ഭഗവാനെ ഒറ്റ വഴിയുള്ളൂ. അവരെന്തെല്ലാമാണോ ചെയ്യുന്നത് അത് അവിടുത്തെ പൂജയായിട്ട് അവിടുന്ന് അംഗീകരിക്കും. അവർക്ക് അവിടുത്തെ പൂജിക്കാൻ അറിയില്ല. കായേന വാചാ മനസ്സേ ഇന്ദ്രിയേർവാ ബുദ്ധി ആത്മനാവ അനുസൃത സ്വഭാവാൽ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി. അവര് രാവിലെ ഒന്ന് നമസ്കരിച്ചെന്ന് വരും. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം അവിടുത്തെ പൂജയാവണേ. വൈകുന്നേരം കിടക്കണേന് മുൻപും ഇന്ന് ഞങ്ങളൊക്കെ ചെയ്തതെല്ലാം അവിടുത്തേക്ക് പൂജയായിട്ട് സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിച്ചെന്ന് വരും. പിന്നെ ഇടയ്ക്ക് എന്താ അവർ ചെയ്തു എന്നുള്ളത് നോക്കരുത്. അവിടുത്തെ പൂജയായിട്ട് സ്വീകരിക്കാൻ അവിടുന്ന് കാരുണ്യം ചെയ്താൽ അവർ കണ്ടതൊക്കെ അവിടുത്തെയാണ്, അവിടുന്ന് കേട്ടതൊക്കെ അവിടുത്തെ ശബ്ദമാണ്, അവർ ചെയ്തതൊക്കെ അവിടുത്തെ അർച്ചനമാണെന്ന് അവിടുന്ന് സ്വീകരിക്കാൻ തയ്യാറായാൽ അവർ ശുദ്ധീകരിക്കപ്പെടും. എന്നല്ലാതെ ഈ ജീവന്മാർക്ക് അവിടുത്തെ സർവാത്മന സേവിക്കാനൊന്നും സാധ്യമല്ല. എല്ലാവരോടും കാരുണ്യം ചെയ്യണേ. ഇതേ പ്രഹ്ലാദന് പ്രാർത്ഥിക്കാനുള്ളൂ. ഭഗവാൻ പ്രഹ്ലാദനെ ചേർത്തു പിടിച്ചു. നന്നായി ഉണ്ണി. സകല വേദശാസ്ത്രങ്ങളുടെയും ഹൃദയമായതാണല്ലോ നീ പറഞ്ഞത്. ഭാഗവത ധർമ്മമാണല്ലോ നീ പറഞ്ഞത്. ഇന്നു മുതൽക്ക് എൻ്റെ ഭക്തന്മാരുടെ പേര് പറയുമ്പോൾ നിന്റെ പേരാണ് ആദ്യം പറയുക. നിന്നെപ്പോലെ ആവാനാണ് ഏതൊരാളും ആഗ്രഹിക്കേണ്ടത്. എന്താ വരം വേണ്ട വെച്ചാൽ ചോദിച്ചോളൂ. വരോ വേണ്ട ഭഗവാൻ. അവിടുന്ന് നല്ലൊരു സ്വാമി, അടിയൻ അവിടുത്തെ നല്ല ഭൃത്യൻ. സ്വാമി ഭൃത്യനെ സ്നേഹിക്കണോ, ഭൃത്യൻ സ്വാമിയെ സ്നേഹിക്കണോ? എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഇരുന്നാ പോരെ. ഇടയ്ക്ക് ഈ വരം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ തോന്നി തുടങ്ങിയാലേ സ്നേഹം കുറഞ്ഞു വരില്ലേ? വിമുഞ്ചതി യഥാ കാമാൻ മാനവോ മനസ്സിൽ സ്ഥിതാൻ തർഹ്യേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പത. ഒരുവൻ എപ്പോഴാണ് ഭഗവാനിലേക്ക് അടുത്തടുത്ത് ചെല്ലുക? ഉള്ളിലെ കാമങ്ങൾ കുറഞ്ഞു വരും. അതുകൊണ്ട് അടിയനൊന്നു മതി. കാമാനാം ഹൃദ്യ അസംരോഹം ഭവതസ്തു പ്രണയപരം. അടിയന്റെ ഉള്ളിൽ ഒരാഗ്രഹങ്ങളും ഒരിക്കലും ഉയർന്നു വരാതിരിക്കാൻ ഒരു വരം തന്നാൽ മതി. ഭഗവാൻ പ്രഹ്ലാദനെ ചേർത്ത് പിടിച്ചു. അപ്പൊ നീ എന്റെ ഭൃത്യനാണ്. ഭൃത്യനായാൽ ഞാൻ പറഞ്ഞതനുസരിക്കണം. ഓ എന്താച്ചാ കൽപ്പിച്ചോളൂ. നിന്റെ അച്ഛന്റെ രാജ്യത്തെ നീ ഭരിക്കണം. നിന്നോടുള്ള സമ്പർക്കം കൊണ്ട് അവർക്കും സദ്ബുദ്ധി ഉണ്ടാവട്ടെ, ധർമ്മത്തിന്റെ മാർഗം തെളിഞ്ഞു കിട്ടട്ടെ. നീ ഈ അസുരകുലത്തെ ഭരിക്കണം വേണ്ടതുപോലെ. എന്നിട്ട് അവസാനം എന്നിലേക്ക് എത്തിച്ചേരണം. അനുസരിക്കാം. ഒരു ഭക്തനെ ഭഗവാൻ എന്ത് ചുമതല ഏൽപ്പിച്ചാലും ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയും. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവൻ എന്നല്ല അർത്ഥം. അവന് പണിയെടുക്കാൻ അറിയില്ല, പണം ഉണ്ടാക്കാൻ അറിയില്ല, അങ്ങനെയൊന്നും ഒരിക്കലും കരുതരുത്. ഒരു ഭക്തന് ഭഗവാൻ അയാളെ എന്തു ചുമതല ഏൽപ്പിച്ചാലും അത് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ കഴിയും. കാരണം അയാൾ ചെയ്യുന്നത്
അയാളുടെ സന്തോഷത്തിന് വേണ്ടിയല്ല, ചുറ്റിലുള്ള ആരെങ്കിലും ബോധിപ്പിക്കാനുമല്ല, ഭഗവാൻ സന്തോഷിക്കുന്നത് കരുതിയിട്ടാണ് കഴിവിന്റെ പരമാവധി നന്നായിട്ട് ചെയ്യും. ഭഗവാൻ പ്രഹ്ലാദനോട് ഇങ്ങനെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് പോവാൻ തുടങ്ങുമ്പോ പ്രഹ്ലാദൻ പറഞ്ഞു, ഒരാഗ്രഹം. ഓ പറഞ്ഞോളൂ, നിനക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞോളൂ, അതല്ലേ ഞാൻ ആദ്യം ചോദിച്ചത്. അടിയന്റെ അച്ഛന് സദ്ഗതി കിട്ടിയെന്ന് അവിടുന്ന് ഒന്ന് പറയണം. എന്താ പ്രഹ്ലാദ സംശയം? നിന്റെ അച്ഛനല്ലേ? നിന്നെ പോലൊരു ഭക്തനുണ്ടായാൽ ആ കുലത്തിലൊരു 21 തലമുറയ്ക്ക് സദ്ഗതിയാണ്. സംശയിക്കണം. അതൊക്കെ അവിടുത്തെ കാരുണ്യം. പക്ഷെ ലോകത്തിനത് ബോധിക്കുമോ? ഈ ലോകത്തുള്ളവർ പതിവെ പറയാറ്, ഒരാൾ ഭഗവാനെ എതിർത്താൽ സാരമില്ല, ഭഗവാൻ ക്ഷമിക്കും, ഭക്തന്മാരെ ഉപദ്രവിച്ചാൽ ഭഗവാൻ ക്ഷമിക്കില്ല എന്നാ. എൻ്റെ അച്ഛൻ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അച്ഛന് സദ്ഗതി കിട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ മകനായി? ഈ ലോകത്ത് നമ്മൾ ജനിച്ചപ്പോ നമ്മുടെ ആദ്യത്തെ ചുമതലയാണ്, ഏറ്റവും പ്രൈം ഡ്യൂട്ടി ആണ് നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയ്ക്കും ഗതി കൊടുക്കുക എന്നുള്ളത്. ബാക്കി നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ ചെയ്തു ചെയ്തില്ല എന്നൊന്നും സാറില്ല. അത് ചെയ്യാൻ സാധിക്കാത്തവൻ പിന്നെ എങ്ങനെയാ മറ്റു വലിയ കാര്യങ്ങൾ ചെയ്യുക? പ്രഹ്ലാദനെ ഒന്ന് കൗതുകത്തോടുകൂടി ഭഗവാൻ വീണ്ടും നോക്കി. കൊല്ലാൻ പുറപ്പെട്ടവര് പോലും നന്മ വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി. ഭഗവാന്റെ ഉള്ളിൽ കൊതി തോന്നിപ്പോയത്രേ, ഇതുപോലൊരു കുട്ടിയായിട്ട് എനിക്ക് എന്ന ഒരു അവതാരം. അതാണത്രേ നാളെ വൈകുന്നേരം കൃഷ്ണാവതാരം. കൊല്ലാൻ പുറപ്പെട്ട പൂതനയ്ക്കും കൂടി മോക്ഷം കൊടുത്തുകൊണ്ടാണ് അവതാരം. എല്ലാവർക്കും കൗതുകം തോന്നുന്ന ഒരു കുട്ടി. പ്രഹ്ലാദനെ അസുരകുല ചക്രവർത്തിയായിട്ട് ഭക്തകുല ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്തുകൊണ്ടാണ് ഭഗവാൻ അവിടുന്ന് തിരിച്ചെഴുന്നള്ളുന്നത്. ഇങ്ങനെയെല്ലാം ശ്രീനാരദ മഹർഷി യുധിഷ്ഠിരനോട് പറയുകയാണ്, അത്യത്ഭുതമായ വേഷം കെട്ടി അത്യത്ഭുതമായ ലീലയാടി തന്റെ ഭക്തനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായ ആ ഭഗവാൻ ആരാണെന്നറിയോ? ദാ അങ്ങയുടെ ഈ രാജസൂയ വേദിയില് അലങ്കരിക്കുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണനാണ്. ഇവിടെ എത്രയോ മഹർഷിമാര്, മഹാജനങ്ങള് പല പല രോഗങ്ങളിൽ നിന്നും ഓടി വരണം. എത്ര സജ്ജനങ്ങളെ അങ്ങേക്ക് കാണാനും നമസ്കരിക്കാനും സാധിക്കണത്? യുധിഷ്ഠിര, ഇത് അങ്ങയുടെ മഹിമയല്ല. അങ്ങ് ഭഗവാൻ കൃഷ്ണനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. കൃഷ്ണനെ കാണാനാണ് അവർ വരുന്നത്. മനസ്സിലാക്കിക്കോളൂ. ഒരിക്കലും കൃഷ്ണപാദം വിടണ്ട. ഒരിക്കലും ഈ കൃഷ്ണന്റെ തൃപ്പാദം വിടണ്ട. ഇങ്ങനെ മുറുക്കി പിടിച്ചിരുന്നോളൂ. എല്ലാ സൗഭാഗ്യങ്ങളും തനിയെ ഇങ്ങോട്ട് വന്നു ചേർന്നോളൂ എന്ന് ഉറപ്പ് കൊടുത്തു ശ്രീനാരദ മഹർഷി. അങ്ങനെയാണ് ആ ഒരു കഥ സമർപ്പിക്കുന്നത്. തുടർന്ന് അങ്ങോട്ട് നാളെ രാവിലെ നമുക്ക് ഗജേന്ദ്രമോക്ഷം മുതലായിട്ടുള്ള കഥകളാണ് കേൾക്കാനുള്ളത്. ഇപ്പോ ദീപാരാധന ചെയ്ത് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഹര ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്ത സ്മരണം. ജയ ജയ രാമ രാമ. ഗോപികാ ജീവന സ്മരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യത് സകലം തസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിദിതം അവിദിതം വാ സർവമേതം ക്ഷമസ്വ.
ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ